ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഇങ്ങനെ ഒരു സന്ദർഭം നമുക്കൊരുങ്ങി. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം എന്ന് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടുന്ന ഒരു കാര്യം, സഭ എന്ന് പറയുന്ന ഒരു അധികാര സംവിധാനം വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധനിൽ പ്രവർത്തന നിരതമാകുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. ഒപ്പം പ്രാർത്ഥനയെക്കുറിച്ചും കൂടെ ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളത്, എൻ്റെ ഉള്ളിൽ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രകാശിച്ച ഒരു ഭാഗമാണ്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ദീർഘമായ വർഷങ്ങൾ കഴിഞ്ഞാലും വെളിപ്പാടിൻ്റെ അഭാവം കൊണ്ടും ഭയത്തിൻ്റെ സ്വാധീനം കൊണ്ടും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയാതെ പോകുന്ന ആത്മീകമായ അവകാശങ്ങൾ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, അത് നമ്മൾ പ്രാപിക്കണമെന്നത് നമ്മളെക്കാൾ ഉപരി നമ്മുടെ ദൈവത്തിൻ്റെ ഭയങ്കര സ്വപ്നമാണ്. ഒരുപക്ഷെ വർഷങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ പോയെന്ന് വരാം, ഇടർച്ചകൾ വന്നെന്ന് വരാം, ആത്മീക ജീവിതത്തിൻ്റെ പരാജയങ്ങൾ സംഭവിച്ചെന്ന് വരാം. ഇതെല്ലാം സംഭവിച്ചാലും ദൈവം ഒരിക്കൽ പറഞ്ഞ അതേ വാഗ്ദാനത്തിലേക്ക് ആരോടാണോ പറഞ്ഞത് ആ ആളിനെ തിരികെ കൊണ്ടുവരുന്ന ദൈവമാണ്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ പാഴായി പൊയ്ക്കൂടാ. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദങ്ങൾക്ക് മാറ്റം വന്നുകൂടാ. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാലങ്ങൾ ഓടിപ്പോയെന്ന് വരാം, ചിലത് ഇതുവരെ നടപ്പിലാകാതെ നിൽക്കുന്നെന്ന് വരാം. നമ്മുടെ തന്നെ ആത്മീക ജീവിതത്തിൽ ഭയങ്കരമായ ഒരു ഉയർച്ചയിലേക്കും വർധനവിലേക്കും പോകാൻ കഴിയാതെ വന്ന സാഹചര്യങ്ങളുണ്ടായെന്ന് വരാം. പത്രോസിൻ്റെ ഭാഷയിൽ ഇടർച്ചയെന്നാണ് പത്രോസ് പറഞ്ഞത്. ശരിക്കും അകൽച്ചയെന്നായിരുന്നു അദ്ദേഹം പറയേണ്ടത്, പക്ഷെ അദ്ദേഹം ഇടർച്ചയെന്നാണ് പറഞ്ഞത്. ഒരു വിശുദ്ധനിൽ നടക്കുന്ന അകൽച്ചകൾ, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നത് വേഗം വേറൊരാൾ അറിയും. എന്നാൽ ഒരു വിശുദ്ധനിൽ നടക്കുന്ന ഇടർച്ചകൾ ആരും അറിയുന്നില്ല. ഇടർച്ചകൾ നടന്നാൽ അത് ഭാവിയിൽ ഒരകൽച്ചയായിത്തീരും. പത്രോസ് കർത്താവിനെ വിട്ട് അകന്നുപോയി എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം കർത്താവിങ്കിൽ നിന്ന് ഇടറിയ നാളുകൾ ആരും അറിഞ്ഞില്ല. എന്നാൽ ആ ഇടർച്ചകളെയെല്ലാം പരിഹരിച്ച് യേശു കർത്താവ് ആ മനുഷ്യനെ കുറിച്ച് എന്താണോ പ്രവചിച്ചത് അതിലേക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഇന്ന് പകൽ നമുക്ക് ധ്യാനിക്കാനുള്ളത്. ഞാൻ വിശ്വസിക്കുന്നു, എന്തിനാണ് ദൈവം അങ്ങനെ ഒരു ദൂത് പ്രകാശിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളെയൊക്കെ അതുപോലെ തിരികെ പ്രവേശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ അത് നിവർത്തിയായില്ലല്ലോ എന്നുള്ള ഭാരങ്ങൾ ഇന്ന് പകൽ കർത്താവ് നമ്മിൽ നിന്ന് എടുത്തു കളയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഷീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ
യേശു കർത്താവിനെ ആദ്യമായി കാണുന്നത് അന്ത്രയോസിൻ്റെ ഒരു വരി സാക്ഷ്യത്തില. ദീർഘമായ പ്രസംഗമൊന്നും ഉണ്ടായില്ല, ഒറ്റ വരി: ഞങ്ങൾ മശിഹയെ, ക്രിസ്തുവിനെ കണ്ടെത്തി. അതിനപ്പുറം അന്ത്രയോസ് എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഞങ്ങൾ മശിഹയെ, ക്രിസ്തുവിനെ കണ്ടെത്തി. ആ ഒറ്റ സാക്ഷ്യമാണ്, ഒറ്റ വരി ഈ ശീമോനെ നേരെ യേശു കർത്താവിൻ്റെ അരികിൽ കൊണ്ടുവരുന്നു. ആ പ്രഥമ ദർശനത്തിൽ യേശു കർത്താവ് ഈ മനുഷ്യനോട് പറഞ്ഞു: നീ യോഹന്നാന്റെ മകനായ ശീമോനാണ്, എന്നാൽ നീ കേഫാവാകും. നീ ഇപ്പോൾ ഉലയുന്നവനാണ്, എടുത്തുചാട്ടക്കാരനാണ്, തിടുക്കമുള്ളവനാണ്, ഭയചകിതനാണ്, വേഗത്തിൽ തീരുമാനമെടുക്കുന്നവനാണ്, ഇടറാൻ സാധ്യതയുള്ള പ്രകൃതക്കാരനാണ്. എന്നാൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് കൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, ഇതെല്ലാം മാറും. നീ ഉലയുന്ന ഞാങ്ങണയ്ക്ക് തുല്യനാണെങ്കിലും നീ നല്ല ഉറപ്പുള്ള പാറ കഷണമായി മാറും. ഒരവസ്ഥയെക്കുറിച്ചുള്ള രൂപാന്തരമല്ല കർത്താവിൻ്റെ ദൂത്, വ്യക്തിത്വത്തിൽ സംഭവിക്കേണ്ട വ്യതിയാനമാണ്. ഈ ശിമോന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾക്കെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ ആ 3.5 വർഷം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൂന്യത മാറി, അദ്ദേഹത്തിൻ്റെ പാർപ്പിടത്തിലെ രോഗം മാറി, അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടു. മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും മുമ്പിൽ വന്നു പെട്ടപ്പോൾ അവിടെയെല്ലാം യേശു കർത്താവ് നന്നായി ശാസ്ത്രിമാരോട് സംസാരിച്ചു. ആ തർക്കങ്ങളിലെല്ലാം അസാധാരണമായ വിജയം യേശു കർത്താവിൽ നിന്ന് പത്രോസ് പ്രാപിച്ചു. പക്ഷെ ഇതെല്ലാം പ്രാപിച്ചപ്പോഴും ഈ 3.5 വർഷം 2-3 സന്ദർഭങ്ങളിൽ യേശു കർത്താവ് ഈ മനുഷ്യനെ വിളിക്കുന്നുണ്ട്. വിളിച്ചപ്പോഴെല്ലാം യേശു വിളിച്ചത് യോഹന്നാന്റെ മകനായ ശീമോനെ, ബർയോന ശീമോനെ, ശീമോനെ, ശീമോനെ. എന്നിട്ട് ഏറ്റവും അവസാനം തിബേരിയോസിന്റെ തീരത്ത് എല്ലാം പഴയ പടി. അതാണ് ഒരു അത്ഭുതം. 3.5 വർഷത്തിന് മുൻപ് യേശു കർത്താവുമായി കണ്ടുമുട്ടുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ, ഈ 3.5 വർഷം കഴിഞ്ഞും അതുപോലെ ഒഴിഞ്ഞ പടകും ഒരു പുലർച്ചയും ഒരു തീരവും, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ആ മനുഷ്യൻ വന്നു. അതും കഴിഞ്ഞിട്ടാണ് കർത്താവിൻ്റെ ചോദ്യം: യോഹന്നാന്റെ മകനായ ശീമോനെ, യോഹന്നാന്റെ മകനായ ശീമോനെ, യോഹന്നാന്റെ മകനായ ശീമോനെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് മൂന്നാമതും തന്നോട് ഈ ചോദ്യം ചോദിക്കയാൽ അവൻ ദുഃഖിച്ചു. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ചോദ്യങ്ങളുടെ ആവർത്തനം ദുഃഖിപ്പിച്ചു എന്നതിനേക്കാൾ ആ വിളിച്ച വിളിയില്ലേ, ആ വിളിയാണ് അദ്ദേഹത്തെ കുറെ കൂടെ ദുഃഖിച്ചതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. 3.5 വർഷം കഴിഞ്ഞിട്ടും വ്യക്തിത്വത്തിൽ നടക്കുമെന്ന് പറഞ്ഞ വ്യതിയാനം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും നീ കേഫാവാകുമെന്ന് അരുളി ചെയ്തവൻ കേഫാവേ എന്നൊന്ന് വിളിച്ചില്ല, പത്രോസേ എന്നൊന്ന് വിളിച്ചില്ല. ഇപ്പോഴും വിളിക്കുന്നത് യോഹന്നാന്റെ മകനായ ശിമോൻ. ഭയങ്കരമായ വെളിപ്പാടുകൾ പ്രാപിച്ച സമയമുണ്ട് ഈ മനുഷ്യൻ, അസാധ്യ വെളിപ്പാടുകൾ. അന്നേരവും വിളിച്ചത് ബർ യോന
ശിമോനെ, എന്തെല്ലാം നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാപിച്ചാലും അനുഭവിച്ചാലും പടക് നിറഞ്ഞാലും മുങ്ങുവാറാകുവോളം നിറച്ചാലും അടുത്ത പടകിലുള്ളവരെ വിളിച്ച് ആ വലയെ പിടിച്ചു കയറ്റിയാലും നമ്മുടെ ഭവനത്തിൽ കർത്താവ് വന്ന് അത്ഭുതകരമായ രോഗശാന്തി തന്നാലും മത്സ്യത്തിൻ്റെ വായിലിരിക്കുന്ന ചതുദ്രമപ്പണമെടുത്ത് കരം കൊടുക്കാൻ ഏൽപ്പിച്ചാലും അസാധ്യ വെളിപ്പാടുകൾ സ്വർഗസ്ഥനായ പിതാവ് തന്നാലും മാറുമെന്ന് പറഞ്ഞ പുതിയ പേര് നമ്മളെ നോക്കി വിളിക്കാൻ പാകത്തിൽ നമ്മളിലൊരു രൂപാന്തരം സംഭവിച്ചില്ലെങ്കിൽ എന്തു പ്രയോജനം? ഒന്നാം പ്രവചനത്തിൽ നിന്റെ പടക് നിറയും എന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നാം പ്രവചനത്തിൽ നിന്റെ ഭവനത്തിൽ രോഗശാന്തി നടക്കും എന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നാം പ്രവചനത്തിൽ നീ കരം കൊടുക്കാൻ ചതുദ്രമപ്പണം ഞാൻ നിനക്ക് വേണ്ടി കരുതും എന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നാം പ്രവചനത്തിൽ പറഞ്ഞത് നീ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ അത്ഭുതകരമായ ഒരു രൂപാന്തരം സംഭവിക്കും. പേര് മാറിയവനായി നീ ആയിത്തീരും. ഒന്നുകൂടെ പറഞ്ഞാൽ, യഹോവയുടെ ആത്മാവ് വന്നവൻ ആള് മാറിയതുപോലെയാകും. ആള് മാറിയതുപോലെയാകുമെന്ന് തമ്പുരാൻ നമ്മളെ നോക്കി വിളിക്കട്ടെ. പക്ഷേ ആള് മാറി എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്ന നിമിഷങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റണ്ടേ? നമുക്ക് തോന്നണ്ടേ ഒരുപാട് വ്യത്യാസങ്ങൾ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമാകുന്നിടത്താണ് എനിക്ക് പറയാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിശക്തമായി ഞാനെന്ന് പറയുന്ന മനുഷ്യനിൽ പ്രവർത്തന നിരതമാണ്. ഇതിൻ്റെ വേറൊരു ഭാഷ്യമാണ് പൗലോസ് പറഞ്ഞത്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ ഞാൻ സകല മനുഷ്യരെക്കാളും അരിഷ്ടർ. അപ്പൊ ആ ഒരു വെളിപ്പാട് അദ്ദേഹത്തിന്റെ മേൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആത്മീക ജീവിതം നിരന്തരമായ സമരങ്ങളുടെ ജീവിതമായി. യുദ്ധം അവസാനിപ്പിച്ച ഒരു നേരമില്ലാത്ത ഒരു കാലം പൗലോസിൽ വന്നു. എന്നാൽ യുദ്ധം അവസാനിച്ചു എന്ന് അഭിമാനത്തോടെ പ്രസ്താവിച്ച ഒരു നേരവും പൗലോസിൽ വന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർത്തത്. ഒറ്റ വരി വേഗത്തിലൊന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ നല്ലതുപോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല പൗലോസ് പറഞ്ഞത്. ഞാൻ നല്ല പോർ പൊരുതി കഴിഞ്ഞു. ഓട്ടം തികച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഓട്ടം തികയ്ക്കുമെന്നല്ല പറഞ്ഞത്, ഓട്ടം തികച്ചു. വിശ്വാസം കാക്കുമെന്നോ കാത്തുകൊണ്ടിരിക്കുന്നു എന്നോ അല്ല പറഞ്ഞത്, വിശ്വാസം കാത്തു. അപ്പൊ ഏൽപ്പിച്ച ആത്മീക ജീവിതത്തിന്റെ ഗൗരവമായ ഉത്തരവാദിത്വത്തെ അത് ഭംഗിയോടെ നിവർത്തീകരിച്ചു എന്ന് ആത്മീകന് പ്രശംസിക്കാൻ പാകത്തിൽ ദൈവം കരുണ കാണിച്ചു. അതുകൊണ്ട് പൗലോസിന്റെ യുദ്ധങ്ങൾ പലതരത്തിൽ പോയി. പൗലോസിന്റെ യുദ്ധങ്ങൾ ഒന്ന്, പൗലോസ് പറഞ്ഞു, പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതെ ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എന്നെ നിയന്ത്രിക്കാൻ ഒരണുവിട പോലും ഞാൻ അനുവാദം കൊടുക്കാതെ എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം പരിപൂർണമായി എന്നെ നിയന്ത്രിക്കത്തക്ക തരത്തിൽ ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കുമാറ് ഞാനൊരു യുദ്ധം ചെയ്തു. അതിൽ അദ്ദേഹം വിജയിച്ചെന്നാ പറഞ്ഞേ. ഇത് 1 കൊരിന്ത്യർ 9:27 ആദ്യം ഞാൻ പറഞ്ഞത്. 2 കൊരിന്ത്യർ 10:3 വരുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ മനസ്സിനെ പരിപൂർണമായി പിടിച്ച് അടക്കത്തക്ക തരത്തിൽ അതിൻ്റെ വ്യത്യസ്തമായ എല്ലാ ഭാവങ്ങളെയും എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ ഞാൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരീരം അദ്ദേഹത്തിൻ്റെ മുൻപിൽ കീഴടങ്ങിക്കൊടുത്തു, മനസ്സ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ
കീഴടങ്ങിക്കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, സങ്കല്പങ്ങൾ, എന്തു സങ്കല്പം ഉണ്ടാകണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകൾ എന്ന് പറയുന്നതിന്റെ നല്ല മലയാളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായ വാദമുഖങ്ങളെന്ന്. നമ്മുടെ ഉള്ളിൽ ഉയരുന്ന വാദങ്ങൾ, ആ വാദങ്ങളാണ് നിരാശയായും സംശയമായും ആകുലതയായും ഭയമായും ഉത്കണ്ഠയായും ഉറക്കമില്ലായ്മയായും എല്ലാം നമ്മുടെ മേൽ വരുന്നതിൻ്റെ അടിസ്ഥാനപരമായ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉയരുന്ന വാദങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പരിപൂർണ നിശ്ചയത്തിലേക്ക് വിശുദ്ധൻ അങ്ങോട്ട് കയറി നിൽക്കാൻ സമ്മതിക്കാതെ അകത്തുയരുന്ന വാദങ്ങൾ. നടക്കുമോ നടക്കത്തില്ലയോ, ലഭിക്കുമോ ലഭിക്കത്തില്ലയോ, കിട്ടുമോ കിട്ടത്തില്ലയോ, പ്രവർത്തിക്കുമോ പ്രവർത്തിക്കാതിരിക്കുമോ, ഇനിയത് സംഭവിക്കാതിരിക്കുമോ ഇത്യാദി വാദമുഖങ്ങൾ. പൗലോസ് പറയുന്നു, ഞാൻ ആ വാദമുഖങ്ങളെയെല്ലാം കീഴടക്കിയിട്ട് അവിടെയെല്ലാം ദൈവത്തിന്റെ പരിജ്ഞാനത്തെ സ്ഥാപിച്ചു. അപ്പൊ നമ്മുടെ എല്ലാം ഭയമെന്ന് പറയുന്നത് നമ്മളെല്ലാം ഒറ്റയടിക്ക് ഒരു പൈശാചിക പോരാട്ടമെന്ന് പറഞ്ഞ് ശാസിച്ച് രക്ഷപ്പെടാൻ ഒരു വിഫല ശ്രമമാണ് പലപ്പോഴും നടത്തുന്നത്. പക്ഷേ അങ്ങനെ ശാസിച്ച് രക്ഷപ്പെടേണ്ട ഒരു സംഗതിയല്ല, ശരിക്കും അതിനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല. ഏതു വിചാരത്തെയും യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയെന്ന് പറഞ്ഞാൽ വിചാരങ്ങൾ പൗലോസിനെ നിയന്ത്രിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ വിചാരങ്ങളുടെ മേൽ പൗലോസിനൊരു അധികാരം ഉണ്ടായി. അപ്പൊ 2 കൊരിന്ത്യർ 10:3 വേണമെങ്കിൽ ഒരു 3 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു വിടാം. പക്ഷേ ഒരു 30 മണിക്കൂർ കൊണ്ട് പോലും പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ഭയങ്കര ജയമാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് വളരെ ലാഘവത്തോടെ ഇപ്പോൾ എഴുതി വച്ചത്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയെന്ന് വളരെ ലാഘവത്തോടെ ഒരു മനുഷ്യൻ പറഞ്ഞു വിടുമ്പോൾ ആ മനുഷ്യനെ ഓർത്തെങ്കിലും ഒന്ന് സല്യൂട്ട് ചെയ്യാൻ നമുക്ക് തോന്നുന്നു. നമുക്ക് പറയാൻ കഴിയുന്നു, പൗലോസേ, നിങ്ങളത് പ്രാപിച്ചു കഴിഞ്ഞു. 3ാമത്തെ യുദ്ധമാണ് പൗലോസ് പറയുന്നത്. ഞാൻ എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തു. അപ്പോൾ ശരീരത്തെ നിയന്ത്രിച്ചെടുക്കുന്ന ഒരു യുദ്ധം, മനസ്സിനെ നിയന്ത്രിച്ചെടുക്കുന്ന ഒരു യുദ്ധം, ഇത് രണ്ടും ചെയ്ത് ജയാളിയായവനെ നേരെ പട്ടണങ്ങളെ ഭരിക്കുന്ന ആധിപത്യങ്ങളുടെ സ്വാധീനങ്ങളെ കീഴടക്കുമാറ് തമ്പുരാൻ എടുത്തങ്ങോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ എഫെസോസിനകത്ത് കയറിയാൽ അർത്തമീസ് സറണ്ടറായി മാറും. നീ കൊരിന്തിനകത്ത് കയറിയാൽ മ്ലേച്ഛതയിൽ നിന്ന് ജനം സ്വതന്ത്രമാകും. നീ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിനകത്ത് വീണാൽ അതിൻ്റെ അടിത്തറ ഇളക്കിക്കൊണ്ട് പുലർച്ചയ്ക്കകം അവിടെ ഒരു സ്നാനം നടക്കുമാറ് ഞാൻ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ 3ാമത്തെ ആത്മയുദ്ധത്തിലേക്കും പൗലോസ് കയറി വിജയിച്ചു. ഇനി 25 വാക്യം മാത്രമുള്ള ഒരു ലേഖനം എഴുതിയ ഒരു പ്രാർത്ഥനാ മനുഷ്യനുണ്ട്, യൂദ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ഞാൻ സകലവിധ പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് പ്രബോധിപ്പിച്ചെഴുതുക ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആത്മീകന്റെ ജീവിതമെന്ന് പറയുന്നത് നിരന്തരമായ ഒരു സമരങ്ങളുടെ ജീവിതമാണ്. എന്നും ഞങ്ങൾക്ക് സമരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആത്മീകന്റെ സമരത്തിനൊരു പൂർത്തീകരണം വരും. ആ പൂർത്തീകരണം വരുന്നത് മരണത്താൽ അല്ല വരുന്നത്, അതിനു മുൻപ് വരണം. ഇല്ലേ? എന്നിട്ട് പറയണ്ടേ, ഞാൻ നല്ലതുപോലെ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം. അപ്പൊ ആ ജയത്തിന്റെ അനുഭവത്തിലേക്ക് വന്നു എന്ന് പറയത്തക്ക തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ
ശക്തമായ അഭിഷേകം നമ്മളിൽ പ്രവർത്തന നിരതമാകുന്ന ഒരാത്മീക ജീവിതത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് നമ്മൾ വരണം. അത് വരണമെന്നുള്ളത് നമ്മുടെ സ്വപ്നമല്ല, അത് വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ തന്നെ സ്വപ്നമാകയാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ അവനെ നോക്കിയിട്ട് പറയുന്നത്, നീ യോഹന്നാന്റെ മകനായ ശീമോനാണ്, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു നീ കേഫാവാകും. പക്ഷേ ഒന്നാമത്തെ പ്രവചനം ഈ മനുഷ്യനെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിച്ചെന്ന് പറയാൻ ആ വേദഭാഗങ്ങളിൽ ഒന്നും നമ്മൾ കാണുന്നില്ല. കാരണം വലിയ പ്രവചനം കേട്ട മനുഷ്യനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചൊന്നും കിട്ടാത്തവനായി പുലർച്ചയിൽ നിരാശയായി വലയും കഴുകി നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഗനേസറത്തിന്റെ തീരത്തൊരു പുലർച്ചയിൽ യേശു കർത്താവ് വന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ശീമോൻ ഉള്ളതായ പടകിൽ അവൻ കയറി. അന്ത്രയോസ് വഴി നീ എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞ പ്രവചനത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാനുള്ള മനസാന്നിധ്യമില്ലാതെ നീ പോയവനാണ്. എന്നാൽ വീണ്ടും ഈ ഗനേസരത്തിൽ ഒരുപാട് പടകുകൾ ഉണ്ടെങ്കിലും എനിക്ക് കയറാൻ കൊതിയുള്ളത് നിന്റെ പടകിനകത്തേക്കാണ്. കാരണം എന്താണെന്നറിയാമോ? ഒരിക്കൽ സംസാരിച്ചതിൻ്റെ ഓർമ്മകൾ നിന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയാലും അരുമനാഥന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്തത് കൊണ്ട് ശീമോനുള്ളതായ പടകിൽ അവൻ കയറി. യേശു നോട്ടമിട്ടാൽ വേഗത്തിലൊന്നും കർത്താവിൻ്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. അത് നടക്കുകയില്ല. അവൻ ഉന്നം വെച്ചാൽ അവൻ നമ്മളെ ജയാളിയാക്കിയേ നിർത്തൂ. ആമേൻ. ശീമോൻ ഉള്ളതായ പടകിൽ അവൻ കയറി. ഞാനത് ആവർത്തിച്ച് വായിച്ചു. എന്താണ് യേശു കർത്താവ് പടകിൽ കയറിയിട്ട് ചെയ്തത്? അവൻ പടകിലിരുന്ന് പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതെല്ലാം നിശബ്ദനായ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുകയാണ്. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഭാവനയിൽ ഞാൻ ചിന്തിച്ച കാര്യമാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത്. പുരുഷാരത്തോട് സംസാരിക്കുമ്പോഴും ശരിക്കും പുരുഷാരം പിടിക്കുന്നതിനേക്കാളും 100% ആ ദൂതുകളെ മുഴുവനും ആവാഹിച്ചു സ്വീകരിക്കുന്നത് ഈ മനുഷ്യനാണ്. കാലങ്ങൾക്ക് മുൻപ് അന്ത്രയോസിലൂടെ അവൻ്റെ അടുക്കൽ വന്നപ്പോഴും എന്നോട് പ്രവചിച്ചിട്ട് ആ പ്രവചനത്തിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കാൻ കഴിയാതെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് പോയ എൻ്റെ പടകിനകത്ത് വീണ്ടും ആ പ്രവാചക ശബ്ദം ഇങ്ങനെ സംസാരിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, പുരുഷാരത്തെ ഉപദേശിച്ച് തീർന്നപ്പോൾ, സംസാരിച്ച് തീർന്നപ്പോൾ. അപ്പൊ ഏത് പ്രശ്നത്തിലും യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ ധൃതി എന്താണെന്നറിയോ? വേഗത്തിൽ കർത്താവെ പ്രവർത്തിക്കുന്ന. ഇന്നത്തെ യോഗത്തിൽ ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്ത വേഗം ഒരു കാര്യം ഒന്ന് നടത്ത എന്നൊരു ആവേശമാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ കർത്താവിൻ്റെ സ്വഭാവം ഞാൻ പറയാം, വേഗം പ്രവർത്തിക്കുന്നവനാണ്, പക്ഷേ സംസാരിച്ചിട്ടേ പ്രവർത്തിക്കും. കർത്താവിന് സംസാരിക്കണം. ആമേൻ. ശ്രദ്ധിച്ചു നോക്കിയ യേശുവിനെ ആരുടെ അടുക്കൽ വന്നപ്പോഴും വളരെ ഉയർപ്പ് കൊടുക്കാൻ മാർത്തയുടെ മറിയത്തിൻ്റെ ഭവനത്തിൽ വരുമ്പോഴും മാർത്തയ്ക്കും മറിയത്തിനും വേഗത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊതിക്കുമ്പോഴും കർത്താവ് സംസാരിക്കുക. അവർക്ക് കർത്താവിൻ്റെ സംസാരം കേൾക്കാൻ വലിയ താല്പര്യത്തോടെ അല്ല അവർ നിൽക്കുന്നത്. അവർക്ക് വേണ്ടത് ലാസറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം. കർത്താവ് പറഞ്ഞു, നടത്താം, പക്ഷേ എനിക്ക് സംസാരിക്കണം. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. ആ ഭാഗങ്ങളൊക്കെ ആവർത്തിച്ചു നോക്കിക്കേ. എന്ത് വിശ്വസിച്ചാൽ? ലാസർ ഉയർക്കുവെന്ന് വിശ്വസിക്കാനല്ല. ആമേൻ. ലാസർ ഉയർക്കുവെന്നോ, കല്ലറ തുറക്കപ്പെടുമെന്നോ, ലാസർ പുറത്തു വരുമെന്നോ ഇതൊന്നും വിശ്വസിക്കാൻ കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് വിശ്വസിക്കണം.
അവൻ നമ്മൾ വെപ്രാളപ്പെടുന്നത് 3 ദിവസമായി ദുർഗന്ധം വമിച്ചിരിക്കുന്നു, കെട്ടിയാണ് അകത്തിട്ടത്. ഇതുവരെ ആരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു പുനരുത്ഥാനം നടന്നിട്ടില്ല. ഇനി ലാസറിന് പുനരുത്ഥാനം സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങളിപ്പോൾ പെടാപ്പാട് പെടുവാന്ന് നമ്മൾ പറഞ്ഞാൽ കർത്താവ് പറയും, ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ലാസർ ഉയർക്കുമെന്ന് വിശ്വസിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ, ഞാൻ ഒന്നല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം കർത്താവ് നടത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല കർത്താവ് പറഞ്ഞത്, യേശു ആരാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെയല്ലേ യോഹന്നാൻ 11 വായിക്കുന്നത്, ഞാൻ തന്നെ ജീവനും, ഞാൻ ആരാന്ന് വിശ്വസിക്കേ. ഒരിക്കൽ കർത്താവ് ഇതുപോലെ ഒരാളോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? നീ സൗഖ്യമാകുമെന്ന് നീ വിശ്വസിക്കുന്നു ഒന്നും കർത്താവ് ചോദിച്ചില്ല. കർത്താവ് ചോദിച്ചത്, എനിക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് പ്രാപിക്കാൻ കഴിയുമോ എന്നല്ല ഞാൻ ചോദിച്ചത്, എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്ന് നീ വിശ്വസിക്കുന്നു? നമ്മൾ പലപ്പോഴും കിടന്ന് സങ്കടപ്പെടുന്നത്, ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വേണ്ട, ആര് പറഞ്ഞു? എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുത വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സാഹചര്യങ്ങൾ എതിരാണ്, അവസ്ഥകൾ എതിരാണ്, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ നിന്നോട് ചോദിച്ചത് എനിക്ക് യേശുവിനത് ചെയ്യാൻ കഴിയുമെന്ന്. ആ സിമ്പിളായ ഒരു കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളങ്ങ് പാടുപെടുക, നമ്മൾ ഉപസിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ മുട്ടുമേ കിടക്കുക, നമ്മൾ കർത്താവിനോട് ചോദിക്കുക, എനിക്കിതൊന്ന് വിശ്വസിക്കാൻ കൃപത. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിക്കണം, എനിക്ക് നിർബന്ധം ഇല്ലെങ്കിലോ. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് യേശു പറയാത്തൊരു കാര്യത്തിന് വേണ്ടിയല്ലേ? അല്ലേ? നമ്മളിപ്പോഴും ചോദിക്കുന്ന, കർത്താവേ എനിക്ക് സൗഖ്യമാകാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ എൻ്റെ മേലൊരു കൃപ തരണേ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നോ പ്രാർത്ഥിച്ച ശേഷവും നമ്മൾ അങ്ങനെ തന്നെ. അപ്പം നമ്മൾ പറയും, പിശാചു ഭയങ്കരമായിട്ട് പോരാടി നിൽക്കുക, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ആത്മമണ്ഡലം ഭയങ്കരമായിട്ട് അടഞ്ഞു കിടക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആത്മമണ്ഡലം തുറക്കട്ടെ, ഞാനങ്ങോട്ട് വിശ്വസിക്കട്ടെ. കർത്താവ് സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തുവാ പറയുന്നത്? എനിക്ക് നിന്റെ ജീവിതത്തിൽ അത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അത് ശരിക്കും നമുക്ക് പ്രയാസമില്ലാത്തൊരു വിശ്വാസമാണ്. എനിക്കൊരു 50 വട്ടം ഇങ്ങനെ ജമ്പ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പാടാം. പക്ഷേ എനിക്ക് പാസ്റ്ററോട് പറയാം, പാസ്റ്റർക്ക് നടക്കും, പാസ്റ്റർക്ക് 50 അല്ല 100 വട്ടം നടക്കും പാസ്റ്റർ. കണ്ടോ, വേറൊരാൾ എന്തു ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മളെക്കാൾ പ്രശ്നമുള്ള ഒരാൾ വന്ന് നമ്മളോട് സങ്കടം പറഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് അവരെ കത്തിച്ച് റെഡിയാക്കി, ഒരു പ്രശ്നവും ഇല്ല, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, സിസ്റ്റർ ഒന്ന് വിശ്വസിച്ച്, എന്തിനാ ഭാരപ്പെടുന്നത്, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് അവരെ കത്തിച്ച് ലെവലാക്കുന്ന നമ്മൾ 5 ദിവസം കൊണ്ട് നമ്മൾ കത്തുകയില്ല. നമ്മളവരെ കത്തിച്ച് കഴിയുമ്പോഴും ചെറിയൊരു പ്രശ്നത്തിൽ നമ്മൾ ആകുലപ്പെട്ടാ പോകുന്നത്. കർത്താവ് പറഞ്ഞു, എനിക്കത് പ്രശ്നമല്ല, നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നെ കുറിച്ച് നീ വിശ്വസിക്കേ. ഇതൊക്കെയാണ് പിൽക്കാലത്ത് ഈ പത്രോസ് എഴുതിയത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ വയ്ക്ക്. ഈ ഉത്കണ്ഠകൾ മുഴുവനും ചുമലിൽ വഹിച്ച് നടന്ന് തളർന്ന് ജയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേരെഴുതിയ ദൂതിനകത്ത് നല്ല കാച്ചി കുറുക്കി എഴുതി വെച്ചു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നവനാകയാൽ അവൻ്റെ കൈ കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിപ്പിൻ. ആമേൻ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവൻ്റെ മേൽ വെച്ചുകൊള്ളുവിൻ. പത്രോസിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുക, ഹേ മനുഷ്യ, ഇങ്ങനെയൊക്കെ എഴുതാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ പത്രോസ് പറയും, നീ ആദ്യം ആ ലേഖനത്തിന്റെ ടൈറ്റിലേക്ക് പോയി നോക്ക്. ഞാൻ എന്തുവാ എഴുതി വച്ചിരിക്കുന്നത്? ഷീമോൻ പത്രോസ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ, ഷീമോൻ എന്ന എൻ്റെ കഴിഞ്ഞ കാലത്തിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജയാളിയായി വന്ന പത്രോസ് എന്ന് പറയുന്നത് എനിക്ക് എഴുതാൻ പറ്റും. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നവനാകയാൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? 3 പ്രാവശ്യം ആവർത്തിച്ച് യോഹന്നാന്റെ മകനായ ശീമോനെ 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 എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ളത് ഷീമോൻ എഴുതിയ 1-ാം ലേഖനം എന്നാണ് വായിച്ചിട്ടുള്ളത്.
ശീമോൻ എഴുതിയ 2-ാം ലേഖനം എന്നാണ് വായിച്ചിട്ടുള്ളത്? അല്ല, പിന്നെ എന്താ വായിച്ചുള്ളത്? ശിമോൻ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ ആമുഖം അദ്ദേഹം എഴുതി. ഞാൻ ഒരു കാലത്ത് ശിമോനായിരുന്നു, എന്നാൽ എന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയാൽ എന്റെ വ്യക്തിത്വത്തിന് വ്യത്യാസം വരുത്തി എന്നെ ജയാളിയാക്കി. അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. അവൻ സംസാരിച്ച് പുരുഷാരത്തെ ഉപദേശിച്ച് തീർന്നപ്പോൾ ശീമോനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വലയിടുക. ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ല, പക്ഷേ നിന്റെ വാക്കിന് ദീർഘമായ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ശ്രമിച്ചിട്ട് ഒന്നും ഞങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നിന്റെ വാക്കിന് ഒന്നുകൂടെ വിലയിടാൻ, ഒന്നുകൂടെ വലയിറക്കാൻ, ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ, ഒന്നുകൂടെ വിശ്വസിക്കാൻ, ഒന്നുകൂടെ ആരാധിക്കാൻ. ജീവിതാനുഭവങ്ങളുടെ മുഴുവൻ സമ്മർദ്ദവും ആ മനുഷ്യനെ ഒരു കാര്യം പഠിപ്പിച്ചു: യേശു കർത്താവിന്റെ വാക്കിന് വില കൊടുത്താൽ എൻ്റെ വല നിറയും. മുഴുവൻ ഉത്തരവാദിത്തം ആർക്കൊണ്ട് കൊടുത്തു നോക്കി? ഇന്നലെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കിന്. നിങ്ങൾ ശ്രദ്ധിച്ചേ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വലയിൽ കടക്കാൻ ഒരു മത്സ്യം പോലും ഇല്ലെന്ന് തെളിയിക്കപ്പെട്ട ആ ജലാശയത്തിൽ ഇനി ഒരു മീൻ കാണുമോ? ആ മനുഷ്യൻ അനുഭവിക്കുന്ന വെല്ലുവിളി ചെറുതാണോ? എൻ്റെ മത്സ്യബന്ധനത്തിൻ്റെ മുഴുവൻ പരിചയവും എടുത്തു വച്ച് 12 മണിക്കൂർ മുഴുവനും ഞാൻ ഇവിടെ എല്ലാം വലയിട്ടിട്ട് ഒരു മത്സ്യം പോലും കിട്ടാത്ത ചരിത്രത്തിൽ ഇനി ഈ പുലർച്ചയിൽ വലയെറിഞ്ഞാൽ എന്തെങ്കിലും ലഭിക്കുമോ? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരുന്ന ഒരു കാര്യം കർത്താവ് ഇന്ന് പകൽ ചോദിക്കുക, ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഇത്രയും നാൾ വിശ്വസിച്ചിട്ട് ഒന്നും ചലിക്കാത്ത ആ കാര്യത്തിൽ യേശു ചോദിക്കുക, ഒന്നുകൂടെ വിശ്വസിക്കാം. ഇത്രയും ആരാധിച്ച് കൽപ്പിച്ചിട്ടും ഒരു ചലനം പോലും ഇല്ലാതെ കിടക്കുന്ന അനുഭവങ്ങളിൽ ഇന്ന് പകൽ ആ വചനം നമ്മോട് ചോദിക്കുന്നു, കുഞ്ഞേ, ഒന്നുകൂടെ വിശ്വസിക്കാമോ? ഈ ഒരു ചോദ്യം പണ്ടൊരു മനുഷ്യനോട് ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 38 വർഷക്കാലം കൊണ്ട് തളർന്നു കിടന്ന ഒരു മനുഷ്യനോട് കർത്താവിന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ? നമ്മളാണെ തിടുക്കത്തിൽ മറുപടി പറഞ്ഞേനെ, പിന്നെ മനസ്സില്ലേ, പിന്നെ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? സൗഖ്യം നടക്കുന്ന കുളത്തിന്റെ കരയിൽ 38 വർഷം കൊണ്ട് കിടക്കുന്ന ഞാൻ എന്നോട് ചോദിക്കുക, സൗഖ്യമാകാൻ മനസ്സുണ്ടോ ചോദിച്ചാൽ, ചോദിച്ചയാളാണോ കുറ്റവാളി, ചോദ്യം കേട്ടയാളാണോ കുറ്റവാളി? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഇറങ്ങി വന്ന് ചോദിക്കുക, ഒരു വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? ഇന്ന് നിങ്ങൾ മറുപടിയായിട്ട് ചോദിക്കും, വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹമില്ലേ, പിന്നെ എക്സഡസിലോട്ട് ഇന്ന് രാവിലെ എന്തിനാ ഞങ്ങൾ വന്നതെന്നാണ് ഉപദേശിയുടെ ചിന്തയെന്നല്ലേ നമ്മൾ ചോദിക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമുണ്ട്. എന്താ ചോദിക്കാൻ കാര്യം? കഴിഞ്ഞ 38 വർഷം ഒന്നും നടന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിന്റെ ആഗ്രഹം ഇല്ലാതായിപ്പോയോ? ശരിക്കും ആ മനുഷ്യൻ പറഞ്ഞ എന്താ? ഞാൻ ആഗ്രഹിച്ചാൽ പോലും ഒന്നും നടക്കത്തില്ലെന്ന് പഠിച്ചല്ലേ ഇവിടെ കിടക്കുന്നത്. ദൂതൻ കുളത്തിലിറങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ ഇറങ്ങുന്നതിന് മുൻപേ വേറൊരു കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. കഴിഞ്ഞ 38 വർഷം കൊണ്ട് ഇവിടുത്തെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുത്തിട്ട് എനിക്ക് മനസ്സിലായി, നടക്കത്തേയില്ല. നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നുകിൽ ഇവിടെയുള്ള രോഗികളിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഒഴിഞ്ഞു തരണം. പറയണം എന്നോട്, ബ്രദർ, ഇത്തവണ നിന്നേക്കാൾ വേഗത്തിൽ കുളത്തിൽ ഇറങ്ങാനുള്ള ആരോഗ്യം എനിക്കുണ്ട്, പക്ഷെ സാരമില്ല, ഇത്തവണ ഞാൻ ഇറങ്ങുന്നില്ല, നീ ഇറങ്ങിക്കോ എന്ന് പറയാൻ ഇവിടെയുള്ള മനുഷ്യർക്ക് വിശാല ഹൃദയം വരുന്നത് വരെ ഞാൻ സൗഖ്യമാകത്തില്ല.
അല്ലെങ്കിൽ സ്വന്തം സൗഖ്യം മറച്ചു വെച്ചിട്ട് എന്നെ ഒന്ന് സഹായിച്ച് ആ ജലാശയത്തിലേക്ക് ഇറക്കാൻ ഒരാൾ ത്യാഗം സഹിക്കണം. അങ്ങനെ ത്യാഗം സഹിക്കാൻ എൻ്റെ കൂടെയുള്ള ഇവരിൽ ആരും തയ്യാറാകാത്തിടത്തോളം ഞാൻ സൗഖ്യമാകത്തില്ലെന്ന് തന്നെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ എൻ്റെ വൈകാരിക കൊണ്ട് ഞാൻ കിടക്കുന്നു. കർത്താവിൻ്റെ മറുപടി, ആരും നിന്നെ കുളത്തിൽ ഇറക്കിയില്ലെങ്കിലും, ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും, നിന്നെ കുളത്തിലിറക്കാതെ ഈ കരയിൽ വെച്ച് സൗഖ്യമാക്കാൻ. ആ മനുഷ്യന്റെ തകരാറ് എന്താ? ആ മനുഷ്യന്റെ തകരാറ് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ രോഗമല്ല. ആ മനുഷ്യന്റെ തകരാറ് അദ്ദേഹത്തിന്റെ ദീർഘവർഷങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ബോധ്യങ്ങളാണ്. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ 38 വർഷം ആ മനുഷ്യൻ കേട്ടു. പിന്നെ എന്താ സംഭവിച്ചത്? ഒരു സാക്ഷ്യം പറയാൻ ഒന്നും അയാളിൽ സംഭവിച്ചില്ല. പക്ഷെ വചനം പറയുന്നു, ഒരുവൻ കിടക്കുന്നത് യേശു കണ്ടു. ദീർഘമായ വർഷം കൊണ്ട് പടവെട്ടി കിടക്കുന്ന നിങ്ങളെ, എന്നെ യേശു ഇന്ന് പകൽ കാണുകയാണ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഒന്നും കരഗതമാക്കാൻ കഴിയാതെ എവിടെയോ ആത്മീക മണ്ഡലത്തിൽ ഒതുങ്ങിപ്പോയ നമ്മളെ ഇന്ന് പകൽ യേശു കാണുകയാണ്. ഇതുവരെ നീ ചുരുണ്ട് കിടന്ന കിടക്കകൾ ഇന്ന് പകൽ നീ തന്നെ ചുരുട്ടി എടുക്കത്തക്ക തരത്തിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ കൃപയുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വചനം ധ്യാനിച്ചപ്പോൾ വേഗത്തിലൊന്ന് ഓടി വന്ന് കയറിപ്പോയൊരു ദൂത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആമേൻ. എന്തുവാ ഓർത്തെന്നറിയാമോ? ആമേൻ. നമ്മൾ ആദ്യകാലങ്ങളിൽ വന്ന സമയത്ത് നമ്മളിൽ ഉണ്ടായിരുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് വചനങ്ങളൊന്നും കേട്ട് ശീലിക്കാത്ത, ഒരുപാട് പ്രാർത്ഥനയൊന്നും കണ്ട് ശീലിക്കാത്ത, ഒരുപാട് ആരാധനകളൊന്നും ആരാധിച്ച് ശീലമില്ലാത്തൊരു വിശ്വാസമായിരുന്നു. എന്നാൽ ദീർഘമായ വർഷം കൊണ്ട് നമ്മൾ ഈ ചർച്ചിൽ വരുന്നു, ഒത്തിരി വചനം കേട്ടു, ഒത്തിരി വചനം ആമേൻ നമ്മൾ പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ അന്നത്തെ വിശ്വാസമാണോ ഇന്നത്തെ വിശ്വാസമാണ് കാമ്പുള്ളതെന്ന് ചോദിച്ചാൽ എന്തു പറയും? അതെന്താണ്? എത്ര മര്യാദയ്ക്ക് നമ്മൾ മറുപടി പറയുന്നു നോക്കി. അന്ന് ഞങ്ങളിൽ വ്യാപരിച്ചത് നിഷ്കളങ്കമായ വിശ്വാസം. അപ്പൊ ദീർഘമായ വർഷങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മളിൽ എന്തുവാ സംഭവിച്ചത്? നമ്മളുടെ വിശ്വാസത്തിന്റെ മേഖലകളിൽ എവിടെയൊക്കെയോ ചില കറകൾ വീണിട്ടുണ്ട്. കുറെ അനുഭവ സമ്പത്തുകൾ കേറി കറ പിടിച്ച ചില അനുഭവങ്ങളുണ്ട്. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നിങ്ങൾ യേശു ക്രിസ്തുവിൽ പങ്കാളികളാകും. ഞാൻ വിശ്വാസത്തിൽ വന്ന ആദ്യ കാലങ്ങളിലാണ്, 2001 എബിപ്പാസ്റ്റർ വീട്ടിൽ ആലുവയിൽ ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നിഷ്കളങ്കമായ വിശ്വാസം ഏതായിരുന്നു ചോദിച്ചാൽ, പ്രസംഗിച്ച് കഴിഞ്ഞ 25 വർഷങ്ങൾ പ്രസംഗിച്ചിട്ട് ഇന്ന് നിൽക്കുമ്പോഴാണോ എൻ്റെ നിഷ്കളങ്ക വിശ്വാസം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, അല്ല, എൻ്റെ നിഷ്കളങ്ക വിശ്വാസം എന്ന് പറയുന്നത് 2001 ആ പ്രാരംഭ സമയങ്ങളിൽ, പിച്ച വയ്ക്കുന്ന സമയങ്ങളിൽ. കാരണം പലതും കണ്ടും പലതും കേട്ടുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ അന്ധമായി യേശുവിനെ വിശ്വസിച്ച ഒരു കാലം. എന്തെല്ലാം ക്രൈസിസ് വന്നാലും ഒരു കാര്യം നമുക്ക് നമ്മുടെ മനസ്സിലൂടെ നമുക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ, ഇല്ല, യേശു ഒരു കാര്യം ചെയ്യും, കർത്താവ് ഒരു കാര്യം ചെയ്യും. ആമേൻ. ഇന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്, ഇനി നമുക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും ആത്മമണ്ഡലമുണ്ടോ? ഇനി മനസ്സിലാകാത്ത ഏതെങ്കിലും പോരാട്ടങ്ങൾ കിടപ്പുണ്ടോ? ഇനി നമുക്ക് വെളിപ്പെടാത്ത ഹിഡനായി കിടക്കുന്ന എന്തെങ്കിലും സ്പിരിറ്റുകളുടെ പ്രവർത്തനമുണ്ടോ? കുഞ്ഞേ, നിന്നോട് കർത്താവ് മര്യാദയ്ക്ക് പറയുന്നത്, നീ ആദ്യ വിശ്വാസം മുറുകെ. നമ്മൾ ഗവേഷണം നടത്തി നമ്മളൊരു ലെവലായി. കർത്താവ് പറഞ്ഞു, നീ ഗവേഷണം എല്ലാം വിട്ട് നിന്റെ ആദ്യ വിശ്വാസത്തെ ഏറ്റെടുത്ത് നീ എൻ്റെ അരികിലോട്ട് വാ. ഇതൊക്കെ എനിക്ക് എളുപ്പമുള്ള കാര്യമാണ്, നിഷ്പ്രയാസമായ കാര്യമാണ്. നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ മെനക്കെടാതെ എനിക്കത് ചെയ്യാൻ കഴിയും. ആത്മീക മണ്ഡലത്തിലെ ഗവേഷകരെ സ്വർഗത്തിന് വേണ്ട, ആത്മീകതയിലെ നിഷ്കളങ്കരെ കർത്താവിന് വേണം. ആമേൻ.
നിഷ്കളങ്കമായ വിശ്വാസം. നോക്കി, ഒരു മനുഷ്യനെ കർത്താവ് പരിശീലിപ്പിച്ചുകൊണ്ട് വരുന്ന നോക്കി, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല നാഥാ, എന്നാലും നിന്റെ വാക്കിന് വലയിറക്കാം. അന്ന് പുലർച്ചയിൽ വലയിറക്കി ആ വല മുഴുവനും നിറഞ്ഞു. പക്ഷേ എൻ്റെ അത്ഭുതം എന്താണെന്നറിയോ? പെരുത്ത മീൻകൂട്ടം പടകിനകത്ത് നിറഞ്ഞു കിടക്കുമ്പോഴും ആ പടകിൻ്റെ തലപ്പത്തിരിക്കുന്ന യേശുവിനോട് പത്രോസ് പറയുന്നത്, എല്ലാ ദിവസവും ഇതേ സമയത്ത് ഇവിടെ വരണേ, അത്ഭുതങ്ങളുടെ ആവർത്തനങ്ങൾ നടത്തി തരണേ എന്ന പ്രാർത്ഥനയല്ല അവൻ പ്രാർത്ഥിച്ചത്. ആ മഹാത്ഭുതങ്ങളുടെ നടുവിലും യേശു കർത്താവ് പത്രോസിനെ വ്യക്തമായി പത്രോസിന് കാണിച്ചു കൊടുത്തു. പത്രോസിനെ അത്ഭുതങ്ങളിലൂടെ കർത്താവ് കാണിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നാഥാ, അത് മണ്ടത്തരത്തിന്റെ പ്രസ്താവനയാണോ കൃപയുടെ പ്രസ്താവനയാണോ? രാത്രി മുഴുവനും അധ്വാനിച്ചൊന്നും കിട്ടാതെ നിൽക്കുന്ന നിന്റെ പടകിൽ അത്ഭുതം ചെയ്യാൻ പുലർച്ചയിൽ കയറി വന്ന യേശുവിനോട് നീങ്ങിപ്പോ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ. അങ്ങനെ ശരിക്കും ആ ഒരൊറ്റ പ്രാർത്ഥനയിലല്ലേ യേശു ഒന്നുകൂടെ അവനെ ചേർത്ത് പിടിക്കും. അങ്ങേര് തള്ളിപ്പറഞ്ഞു എന്നുള്ള സത്യമാണ്. പക്ഷേ എനിക്ക് അങ്ങേരോട് ഭയങ്കര ബഹുമാന. നീ ഒരു അത്ഭുതത്തിന് വേണ്ടി മാത്രം യേശുവിനെ കൂട്ടുപിടിച്ചില്ലല്ലോ. എത്ര സുന്ദരമായ ആമേൻ ആ പ്രസ്താവനയായിരുന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. മത്തായി 5, 6, 7 അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ, ദിവസങ്ങളങ്ങോട്ട് കഴിയുമ്പോൾ ഒരു മലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് യേശു കർത്താവിൻ്റെ ദിവ്യമായ പ്രബോധനത്തിൻ്റെ വാതിലുകൾ അവിടെ തുറക്കുകയാണ്. എന്താ പറഞ്ഞത്? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് 5, 6, 7 നോക്കി. ഓരോ പാരഗ്രാഫിന്റെ തുടക്ക വാചകങ്ങൾ എങ്ങനെയാ വന്നുള്ളതെന്ന് അറിയാമോ? ന്യായപ്രമാണവും പ്രവാചകന്മാരും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് അടക്കമുള്ളവരുടെ ഉള്ളിൽ വരുന്ന ചോദ്യം, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് കേട്ട ഞങ്ങളോട്, എന്നാൽ ഞാനോ നിങ്ങളോട് ഇത് പറയുന്നു എന്ന് പറയുന്ന ഇവൻ ആരാ? അപ്പൊ ന്യായപ്രമാണമാണോ വലുത്? പ്രവാചക ശബ്ദമാണോ വലുത്? ഇവനാണോ വലുത്? ഈ ഒരു ചോദ്യം ഇങ്ങനെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉരുണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 5, 6, 7 അധ്യായങ്ങൾ തീർന്ന് 8ാമത്തെ അധ്യായത്തിന്റെ പടിവാതിൽക്കൽ വരുമ്പോൾ, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠം നിറഞ്ഞ മനുഷ്യൻ അവന്റെ അടുക്കൽ വന്നു. അവൻ കരം നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞ് ഉടനെ അവൻ ശുദ്ധമായി. പത്രോസ് അടക്കമുള്ളവരുടെ ശിഷ്യന്മാർ ഞെട്ടിപ്പോയി. ന്യായപ്രമാണം എന്താ പറഞ്ഞത്? കുഷ്ഠരോഗിയായ മനുഷ്യൻ അശുദ്ധനാണ്, അവനെ തൊടുന്നവൻ അശുദ്ധനാണ്, അവൻ പാളയത്തിന് പുറത്തു പാർക്കണം, അവന്റെ പാർപ്പ് തനിച്ചായിരിക്കണം. എന്നാൽ പർവ്വതത്തിന് മുകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞവൻ കുഷ്ഠരോഗി അശുദ്ധനെന്ന് മുദ്രകുത്തി അകറ്റാതെ അവന്റെ ശിരസിന്റെ മേൽ കൈവച്ച് ശുദ്ധമാക്കി. അവൻ നിശബ്ദമായി നമ്മുടെ ഉള്ളിൽ ഒരുപിടി ചോദ്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന യേശുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മീകന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ. ഇവനാരാ? കാലങ്ങളങ്ങോട്ട് ദിവസങ്ങളങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കർത്താവ് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമല്ലേ ഇവൻ ആര്? ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നു. 2ാമത്തെ ചോദ്യം, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് അവിടെ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടു. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിലും 2 കൂട്ടരുണ്ടല്ലേ, ജനങ്ങളും നിങ്ങളും. ഇല്ലേ? ജനങ്ങളും ഉണ്ട്. ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നു, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നു.
ഈ മനുഷ്യൻ വളരെ സാവധാനം, ഒരു അസ്വാഭാവികതയും ഇല്ലാതെ പറഞ്ഞു, ഞാൻ പറയാം, നീ സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇങ്ങനെ പാട്ടുപാടുന്നത് പോലെ പറഞ്ഞു നിർത്തുമ്പോൾ യേശു കർത്താവിൻ്റെ മറുപടി, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അവിടെ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയട്ടെ, വെളിപ്പാടുകളുടെ പകർച്ച നടന്നാൽ പോലും നടന്നവൻ അറിയണമെന്നില്ല. ഒരു വെളിപ്പെടുത്തൽ പറയാന്നല്ലല്ലോ പറഞ്ഞാണോ, ചുമ്മാ അങ്ങ് പറയല്ലേ. ഞാൻ പറയാം, അങ്ങ് സത്യമായും ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പറഞ്ഞു നിർത്തുമ്പോൾ പത്രോസിനോട് ചോദിച്ചേ, നീ പറഞ്ഞത് എന്തുവാണെന്ന് നിനക്കറിയാമോ? എന്തുവാ? ഞാൻ പറഞ്ഞു. പക്ഷെ യേശു പറയുക, എടാ ഇത് ജഡരക്തങ്ങളല്ല, ഇതൊരു വമ്പൻ വെളിപ്പാടാ നീ പറഞ്ഞേ. പത്രോസ് അന്നേരവും ഞെട്ടി, ഇതെപ്പോഴാ ഇത് നടന്നേ? ഈ വെളിപ്പാട് എപ്പോഴാ എനിക്ക് ലഭിച്ചേ? അദ്ദേഹത്തിന്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്ന ഒരു ഓർമ്മ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ശരീരം കോരി തരിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഒരു എക്കോയും കേട്ടില്ല, ഒരു ഭയങ്കര ശബ്ദവും കേട്ടില്ല. പക്ഷെ ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും എന്തോ ഒരു പകർച്ച അദ്ദേഹത്തിന് മേൽ നടന്നു കഴിഞ്ഞു. ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ചോർപ്പിക്കട്ടെ സഭയെ, ചില പകർച്ചകൾ നടക്കുന്നത് നമ്മൾ പോലും അറിയണമെന്നില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അറിയാൻ പോകുന്നു. ആ കൂട്ടായ്മയുടെ നടുവിൽ, ആ ഇടപെടലുകളുടെ നടുവിൽ, ആ പ്രാർത്ഥനയുടെ നടുവിൽ, ആ ആരാധനയുടെ നടുവിൽ, ആ ഉപവാസത്തിന്റെ നടുവിൽ എന്തോ സംഭവിച്ചു കഴിഞ്ഞു. ഇത് വിശ്വസിക്കണം. ചില നേരങ്ങളിൽ നമ്മളിത് ആരുമില്ലാത്ത സമയങ്ങളിൽ നിശബ്ദമായി വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, പക്ഷേ പകർച്ചകൾ നടക്കുന്നുണ്ട്. ചില നേരങ്ങളിൽ ആരുമില്ലാത്ത സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പകർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു കൂട്ടായ്മയുടെ നടുവിൽ ഒരുപക്ഷെ അടുത്തിരിക്കുന്നയാൾക്ക് കരം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പകർച്ചകൾ നടക്കുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന വേളയിൽ ഒന്നും സംഭവിച്ചെന്ന് നമ്മൾ അറിയുന്നില്ലായിരിക്കാം, എന്നാൽ പകർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ കാലപ്പഴക്കം ചെന്ന ആത്മീകന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവൻ ഓരോ സന്ദർഭങ്ങളിലും അടയാളങ്ങൾ തിരയുന്നുണ്ട്. എൻ്റെ ശരീരം ഒന്ന് കോരിപ്പെരുത്താൽ, എൻ്റെ രോമകൂപങ്ങൾ ഒന്ന് എഴുന്നേറ്റാൽ, അന്നേരം ഞാൻ പറയും ഭയങ്കര സാന്നിധ്യമായിരുന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സാന്നിധ്യം നിന്നെ പൊതിയുന്നില്ലേ? ഇതൊക്കെ ഉണ്ടാകുന്നിടത്താണ് സാന്നിധ്യമെന്ന് ഞാൻ പറയുന്നെങ്കിൽ ഞാനൊരു വാക്യം തിരിച്ചു പറയേണ്ടി വരും. ഞാൻ വിശ്വാസത്താലല്ല, കാഴ്ചയാൽ അത്രേ നടക്കുന്നത്. എന്നാലും ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നടക്കുന്നെങ്കിൽ ഈ അടയാളങ്ങളൊന്നും ഞാൻ തിരക്കത്തില്ല. ഞാൻ വിശ്വാസത്താൽ അറിയുന്നു ഒരു പകർച്ച എൻ്റെ മേൽ നടക്കുന്നു. അപ്പൊ ആത്മീക ജീവിതം വളരെ സിമ്പിൾ ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്താൽ നടക്ക്. അതുകൊണ്ട് കോരി പെരുക്കുകയല്ലേ, കോരി പെരുക്കും. അതുകൊണ്ട് തണുപ്പ് അനുഭവിക്കുകയല്ലേ, തണുപ്പ് അനുഭവിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഇത് അനുഭവിക്കണത്ര നിർബന്ധം എന്താ? കാഴ്ചയാലല്ല. നമ്മൾ ചില ദൂതുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ദൂതിന്റെ വിടുതലുമായി ഒരു ദൂതൻ നമ്മുടെ ഭവനത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത്. കൂട്ടായ്മയുടെ പ്രാർത്ഥനകൾ ഫലപ്രദമാണ് ദൈവമക്കളെ. നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ഒരു കാര്യം നമ്മുടെ മേൽ നടക്കും. നമുക്ക് അൺലോക്ക് ചെയ്യാൻ കഴിയാതെ കിടക്കുന്നത് ഒരുപക്ഷെ അയാളുടെ അഭിഷേകത്താൽ അൺലോക്ക് ചെയ്യപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഞാൻ അവിടെയെങ്കിലും ഓർത്തു വിളിക്കുവായിരിക്കും, പത്രോസേ നീ ഭാഗ്യവാൻ, വിളിച്ചില്ല. ബർ യോന ശിമോനെ നീ. അപ്പൊ ഒരു അസാധാരണ വെളിപ്പാട് പ്രാപിച്ചതുകൊണ്ട് എൻ്റെ വ്യക്തിത്വത്തിൽ വ്യതിയാനം നടക്കുന്നില്ലേ? ഒരത്ഭുതത്തിന്റെ പടക് നിറഞ്ഞ അനുഭവം ഉണ്ടാകുന്നത് കൊണ്ട് എൻ്റെ വ്യക്തിത്വത്തിൽ വ്യതിയാനം നടക്കുന്നില്ലേ? യേശു അവന്റെ കൂടെ അവന്റെ ഭവനത്തിൽ പോയി. അവന്റെ അമ്മായിയമ്മ ജ്വരം പിടിച്ചു കിടന്നിരുന്നു. യേശു കർത്താവ് കരം വെച്ച് അവളെ സൗഖ്യമാക്കി. അവന്റെ വ്യക്തിത്വത്തിൽ വ്യതിയാനം നടന്നില്ലേ? കുറെ സമയം കൂടെ പോയി. യേശു കർത്താവ് അവനോട് പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? ഞാൻ സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നീ പറഞ്ഞ വെളിപ്പാടിന്റെ ആകത്തുക നിനക്ക് മനസ്സിലായോ? ക്രിസ്തു ജെറുസലേമിൽ മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും പീഡകൾ സഹിച്ച് കൊല്ലപ്പെടുകയും
എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും വേണം. പത്രോസ് ആയിരുന്നെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞേനെ ഡൺ. ശീമോൻ ആയതുകൊണ്ട് പറഞ്ഞു അരുത്. ക്രൂശീകരണം സമം അനുസരണം, പുനരുത്ഥാനം സമം വിശ്വാസം. ഈ അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തികവിലേക്ക് വരാതിരുന്ന ഒരു മനുഷ്യനകത്ത് കിടപ്പുണ്ട്. പേടിച്ചു പോയി. ഇത്രയും നാളും കരം കൊടുക്കാൻ നിവർത്തിയില്ലാതെ വന്നാൽ അങ്ങ് തന്നെ വന്നിരുന്ന് ചൂണ്ടയെടുത്ത് കടൽ കിട്ടുന്ന ആദ്യ മത്സ്യത്തിന്റെ വായിലിരുന്ന ചതുദ്രമപ്പണം എടുത്ത് കരം കൊടുക്കടാ എന്ന് പറഞ്ഞ് അങ്ങ് ക്രൂശീകരിക്കപ്പെട്ടു പോയാൽ ഇനി കരം കൊടുക്കാൻ ആരാ? അമ്മായിയമ്മ ജ്വരം വന്ന വീട്ടിനകത്ത് വിറച്ചു കിടക്കുമ്പോൾ എൻ്റെ കൂടെ കയറി വന്ന് കരം വെച്ച് സൗഖ്യമാക്കിയ അങ്ങ് ക്രൂശീകരിക്കപ്പെട്ടാൽ അമ്മായിയമ്മയ്ക്ക് ഇനി ജ്വരം വന്നാൽ സൗഖ്യമാക്കാൻ ആരാ? ശാസ്ത്രിമാരും പരീക്ഷന്മാരും തർക്കിക്കാൻ വരുമ്പോൾ അവരെ തിരിച്ച് അവരോട് സംസാരിച്ച് അവരുടെ വായടപ്പിച്ച അങ്ങ് ക്രൂശീകരിക്കപ്പെട്ടാൽ ഇനി ആരാ? ഞാൻ കണ്ടില്ലേ, വിധവയുടെ മകൻ മരിച്ചു പോയപ്പോൾ അങ്ങ് പുറത്തുണ്ടായിരുന്നത് കൊണ്ട് അവൻ വീണ്ടും ജീവിച്ചത് ഞാൻ കണ്ടതല്ലേ. ലാസർ അകത്ത് പോയപ്പോൾ അങ്ങ് പുറത്തുള്ളത് കൊണ്ട് അങ്ങ് വിചാരിച്ചപ്പോൾ അവൻ സൗഖ്യമായി ഞാൻ കണ്ടതല്ലേ. ജൈറോസിന്റെ മകൾ മരിച്ചു പോയപ്പോൾ അങ്ങ് കയറി വന്നത് കൊണ്ട് അവൾ വീണ്ടും ജീവിച്ചു ഞാൻ കണ്ടതല്ലേ. പക്ഷെ അങ്ങ് മരിച്ചാൽ, അപ്പൊ വിശ്വാസത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവശക്തിയാലുള്ള പുനരുത്ഥാനം എന്ന് പറഞ്ഞ ഒരു അത്ഭുത പ്രക്രിയ വിശ്വസിക്കാനുള്ള ആരോഗ്യം ആ മനുഷ്യന് ഉണ്ടായില്ല. അത് തന്നെയാണ് വ്യക്തിത്വത്തിൽ നടക്കേണ്ട വ്യതിയാനം നടക്കാഞ്ഞതിൻ്റെ കാര്യം. കർത്താവ് പറഞ്ഞു, എൻ്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് നിനക്കത് മനസ്സിലായില്ലല്ലേ, ഒന്നാം പർവ്വതം കൊണ്ട് നിനക്കത് പിടികിട്ടിയില്ലല്ലേ. വേറെ പുസ്തകം പറഞ്ഞു, അവൻ 6 ദിവസം കഴിഞ്ഞപ്പോൾ അവരെ ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുൻപിൽ രൂപാന്തരപ്പെട്ടു. എന്താ സംഭവം? പ്രഭാഷണത്തിൻ്റെ 1-ാം പർവ്വതങ്ങൾ നിങ്ങൾക്ക് തരാത്തത് ദർശനത്തിൻ്റെ 2-ാം പർവ്വതങ്ങൾ നിങ്ങൾക്ക് തരും. 3 മര്യാദയ്ക്ക് 5, 6, 7 പഠിപ്പിച്ചതാ. പക്ഷേ അന്ന് പിടിച്ചില്ല, അന്ന് മനസ്സിലായില്ല. തമ്പുരാൻ പറഞ്ഞ സാരമില്ല, പ്രഭാഷണം കൊണ്ടൊന്നും കയറി വരുമെന്ന് എനിക്കും തോന്നുന്നില്ല, നിനക്ക് ഒറിജിനൽ ദർശനം ഞാൻ തരും. എന്ത് ദർശനം? അവിടെ ഞാൻ പറഞ്ഞത് എന്താ? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നല്ലേ പറഞ്ഞത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലേ? കയറി വാ എൻ്റെ കൂടെ പർവ്വതത്തിൽ. ദേ നോക്ക്, ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായ മോശേനോട് സംസാരിക്കുന്നത് കണ്ടോ? പ്രവാചകന്മാരുടെ പ്രതിയായ ഏലിയാവിനോട് സംസാരിക്കുന്നത് കണ്ടോ? ഇതല്ലേ ഞാൻ 1-ാം പർവ്വതത്തിൽ പറഞ്ഞത്? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. അന്ന് നിങ്ങൾക്കത് മനസ്സിലായില്ലല്ലേ? ഇപ്പോൾ നേരെ നോക്കിയേ, എന്നോട് സംസാരിക്കുന്നതാരാ? മോശയാണ്. എന്നോട് സംസാരിക്കുന്നതാരാ? ഏലിയാവാണ്. അപ്പൊ ക്രൂശീകരണം എന്ന് പറയുന്നത് എന്താ? ന്യായപ്രമാണ പ്രവാചക ശബ്ദങ്ങളുടെ അനുസരണമാണ് ക്രൂശീകരണം. ന്യായപ്രമാണത്തെ അനുസരിക്കുന്നെങ്കിൽ നീ ക്രൂശീകരിക്കപ്പെടും. പ്രവാചക ശബ്ദത്തെ വിശ്വസിക്കുന്നെങ്കിൽ നീ ഉയർക്കും. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? എന്ത് ചെയ്യണമെന്ന് പത്രോസ് അറിയാൻ വയ്യ. ഇതിന് പകരാണ് നിനക്ക് 1-ാം പർവ്വതം തന്നെ. മര്യാദയ്ക്ക് പറഞ്ഞു, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. പിടിച്ചില്ല. വേണ്ട, ഇപ്പതേ മോശയും ഏലിയാവും. അപ്പൊ ക്രൂശീകരണം വേണമെന്ന് ഇവനോട് ആരാ പറഞ്ഞു കൊടുത്തേ? പുനരുത്ഥാനം നടക്കുമെന്ന് ഇവനോട് ആരാ പറഞ്ഞു കൊടുത്തേ? ഞങ്ങൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന, പടകിൽ കയറുന്ന, വീട്ടിൽ വരുന്ന, അമ്മായിയമ്മയെ തൊടുന്ന, സൗഖ്യം നടത്തുന്ന, ചതുദ്രമപ്പണം എടുക്കാൻ പറഞ്ഞ ആ ഒരാളല്ലല്ലോ ഈ നിൽക്കുന്നത്. പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ രൂപം, അവന്റെ വസ്ത്രം ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത വണ്ണം വെണ്മയോടെ തിളങ്ങി. സ്വർഗം തുറന്നു, മേഘം ഇറങ്ങി. ആമേൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവികൊടുപ്പീൻ. ഇത്രയും
സംഭവങ്ങൾ ഒന്നിച്ചണിനിരന്ന ഒരു പർവ്വതത്തിന്റെ ഇടപെടൽ പത്രോസിനുണ്ടായി. ഈ 2001, 2002, 2005 വരെയുള്ള ഏകദേശം ഒരു 4-5 വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 2005, 2006 വരെ പ്രാന്തെടുത്ത് നടന്ന് പ്രാർത്ഥിച്ചൊരു കാലമുണ്ട്. ആലുവയിൽ വരും, മട്ടാഞ്ചേരി പോവും, വൈറ്റില വരും, ഫോർട്ട് കൊച്ചി പോവും, ഇങ്ങനെ ഓടി നടന്ന് പ്രാർത്ഥിച്ചൊരു കാലമുണ്ട്. അവിടുന്ന് ദൈവാസന്മാർ വരുന്നു, ഇവിടുന്ന് ദൈവാസന്മാർ വരുന്നു, 20 പേര് വരുന്നു, 25 പേര് വരുന്നു, 40 പേര് വരുന്നു. ഒരു അജണ്ടയില്ല, കയറിയിരിക്കുക, പ്രാർത്ഥിക്കുക. ഈ യാക്കോബിന്റെ ലേഖനത്തിനകത്തൊരു സുന്ദരമായൊരു വാക്യം എഴുതിയിട്ടുണ്ട്. ഏലിയാവ് മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു. ആമേൻ. ഏലിയാവ് മഴ പെയ്യേണ്ടതിന് വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പൊ ഏലിയാവ് എന്തുവാ ചെയ്തേ? പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു. അതേ ആ കണ്ണുകൾ അത്ഭുതം കണ്ടു. പ്രാർത്ഥിക്കുകയും വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടോ? ആമേൻ. ഒരു അത്ഭുതം കാണും. എന്ത് ചെയ്യണമെന്നറിയാത്ത തരത്തിലുള്ള ദൈവിക ഇടപെടലുകൾക്ക് ഒരു മനുഷ്യൻ വിധേയപ്പെട്ടു. കൊതിക്കണ്ടേ ഭക്തൻ? വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധൻ ഇത് ദാഹിക്കണ്ടേ? അപൂർവമായ ചില ആത്മീക സംഗമങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവമേ ചെയ്തു തരണമെന്ന് ഞാൻ ദാഹിക്കണ്ടേ? എന്റെ മാനുഷിക ബുദ്ധി കൊണ്ട് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദൈവിക ഇടപെടലുകൾക്ക് എന്നെ ഒന്ന് വിധേയപ്പെടുത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥനയുടെ വേറൊരു തലം ഈ മനുഷ്യൻ കണ്ടു. പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ വേറൊരു ഭാവം ഈ മനുഷ്യൻ കണ്ടു. ന്യായപ്രമാണവും പ്രവാചകന്മാരും അഭിമുഖമായി സംസാരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സിനെ അവൻ കണ്ടു. ഒന്നും മിണ്ടിയില്ല. പക്ഷേ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ എഴുതി, ഞങ്ങൾ വിശുദ്ധ പർവ്വതത്തിൽ അവനോട് കൂടെ ഇരിക്കുമ്പോൾ അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, മഹിമകളുടെ സാക്ഷികൾ ഞങ്ങൾ കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പൊ ഈ വാക്കുകളൊക്കെ അന്നെന്തേ പറയാഞ്ഞേ? ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സമയങ്ങളിലൊക്കെ പകർന്നു വീഴുന്നത് ഇത് 100% ഫലദായകമായി നമ്മളിലൂടെ പുറത്തു വരുന്ന ഒരു നിമിഷമുണ്ട്. തള്ളിപ്പറഞ്ഞു കാണും ആ മനുഷ്യൻ, പേടിച്ചു കാണും. പക്ഷെ ഇതെല്ലാം ഇരട്ടിയായി ഫലപ്രദമായ തരത്തിൽ പുറത്തു വരുന്ന ഒരു മനുഷ്യനെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. അതാ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു പക്ഷേ ചില കാലങ്ങൾ, ചില വർഷങ്ങൾ നെഗറ്റീവായ അനുഭവങ്ങളിലൂടെ പോയെങ്കിലും ഒരു പ്രവചനം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ടെങ്കിൽ ആ പ്രവചനത്തിന്റെ നിവർത്തിയിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരുന്ന ഒരു നസ്രായനായ യേശു ഇന്ന് പകൽ നമുക്കുണ്ട്. ആത്മീക ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ എത്ര ഗംഭീരമായി വർണ്ണിച്ചു വച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് ഈ മനുഷ്യന്റെ. ഒരു പ്രവചനത്തെ ഗൗരവമായി കണ്ടു എന്ന് നമുക്ക് തോന്നാത്ത അനുഭവത്തിലൂടെ നടന്നുപോയൊരു മനുഷ്യൻ, എന്നാൽ അടുത്ത പുലർച്ചയിൽ നിന്റെ വാക്കിന് വല ഇറക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഒന്നാം പർവ്വതത്തിൽ പ്രഭാഷണങ്ങളുടെ 3 അധ്യായങ്ങൾ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒന്നും പ്രതിവചിക്കാതെ നിൽക്കുന്ന മനുഷ്യൻ, എവിടെയോ ഒരു വെളിപ്പാടുകൾ അകത്തേക്ക് വ്യാപരിച്ചിട്ട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ക്രൂശീകരണം പുനരുത്ഥാനത്തിന്റെ പ്രവചനം വരുമ്പോൾ അത് വേണ്ടെന്ന് പറയുന്ന മനുഷ്യൻ, വീണ്ടും പർവ്വതത്തിന് മുകളിൽ കയറുമ്പോൾ ഇവിടെ കുടിൽ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഉയർച്ച താഴ്ചകൾ. പൗലോസിനെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ അതുപോലെ നമ്മളുമായി ഒത്തിരി സാമ്യമുള്ള ഒരു മനുഷ്യനാണ് പത്രോസ്. ഉയർച്ചകളുടെ താഴ്ചകളുടെ
ഒക്കെ അനുഭവങ്ങളിലൂടെ തെന്നിയും തെറിച്ചും ഈ മനുഷ്യൻ പോയി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്തു പറയണമെന്ന് അറിയാൻ പറ്റാതെ പോയ സുബോധത്തിൻ്റെ ആത്മാവിൻ്റെ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ. ആ 2 വാക്കുകൾ എങ്ങനെ യോജിക്കുന്നു എനിക്ക്. സുബോധത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുന്നെങ്കിൽ അത് സുബോധത്തിന്റെ ആത്മാവാണോ? അതാ ഇറങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഒന്ന് കുരുങ്ങിപ്പോയ അവസ്ഥ. അതിന്റെ മാനുഷികതയുടെ വേരുകൾ എല്ലാം പിഴുത് എറിയപ്പെടുക. ഒരാത്മീകന്റെ വിജയം എന്ന് പറയുന്നത് ആത്മീകതയിൽ കാണാൻ കഴിയാതെ അതിനകത്തോട്ട് ഈ മാനുഷികത കൊണ്ട് കയറ്റുന്ന എല്ലാ വേരുകളും പൊട്ടി. ഞങ്ങൾ കാഴ്ചയാലല്ല, ഒന്നും പറഞ്ഞില്ല ഈ മനുഷ്യൻ. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കുടിൽ കെട്ടാമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിന്ന് അങ്ങ് പോയി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ രാത്രി വന്നു. ആ രാത്രി വരുമ്പോൾ ഈ മനുഷ്യൻ ആവർത്തിച്ച് കർത്താവിനോട് പറഞ്ഞിരുന്ന് ഓർക്കുന്നുണ്ട്. അതങ്ങനെ തീരുമാനം കേട്ടോ, സത്യമായിട്ട് അങ്ങനെ ആത്മാർത്ഥതയിൽ പറഞ്ഞു. ആരെല്ലാം നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറത്തില്ല, ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല, നിന്നോടുകൂടെ തടവിലാകാനും മരിക്കാനും ഞാൻ തയ്യാറെന്ന് പറഞ്ഞത് മുഖസ്തുതിയല്ല, ആ പച്ച മനുഷ്യൻ്റെ ആത്മാർത്ഥതയുടെ വാചകം തന്നെയാണ്. പക്ഷേ യേശു കർത്താവ് എന്ന് പറഞ്ഞ അതുല്യനായ ആ വീരനാം മന്ത്രിക്കറിയാം, കുഞ്ഞേ, നിന്റെ തീരുമാനവും നിന്റെ സമർപ്പണവും നീ പറഞ്ഞതെല്ലാം സത്യമാണ്, പക്ഷെ നിനക്കൊക്കത്തില്ല എന്ന് വരുന്ന ഒരു സമയം വരും. ഒരു യാമം വരും, കോഴി കൂകുന്നതിന് മുൻപുള്ള ഒരു യാമം വരും. തീരുമാനങ്ങളിൽ ഉറയ്ക്കാൻ കഴിയാത്ത, പ്രസ്താവനകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, സമർപ്പണം കൊണ്ട് ജയിക്കാൻ കഴിയാത്ത, ഏറ്റുപറച്ചിൽ കൊണ്ട് പൂർണ്ണമാക്കാൻ കഴിയാത്ത ഒരു നാഴിക വരും. ആമേൻ എന്ന് പറഞ്ഞപ്പോഴും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. നിത്യതയിൽ കാണുമ്പോൾ ചോദിക്കണം, അന്ന് യേശു അത് പറഞ്ഞപ്പോൾ ശരിക്കും നിങ്ങൾ വിശ്വസിച്ചോ? തള്ളി പറയുന്നു. പത്രോസിന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയാം, കർത്താവ് അങ്ങനെ പറഞ്ഞാലും അത് നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്നവനായിരിക്കും മനുഷ്യൻ. യേശു അത് പറഞ്ഞു, പക്ഷേ അപ്രതീക്ഷിത സമയത്ത് ഭയമിരച്ചു കയറിയ രാവിൽ തീകായുന്നവരുടെ നടുവിൽ ചെന്നിരിക്കുകയും അവൾ ചോദിക്കുകയും ഒരുപോലെ ഇരുന്നു, നീ അവനോടുകൂടെ ഇരുന്നവനല്ലേ? വേഗത്തിൽ മറുപടി പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടാനും തുടങ്ങി. എല്ലാം തകർന്നു വാരി അവിടെ നിറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, അപ്പോൾ പത്രോസ് തിരിഞ്ഞു നോക്കി. ആമേൻ. കർത്താവ് അവനെ നോക്കുന്നത് കണ്ടു. എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും എവിടെയോ കിടക്കുന്ന ഒരു കൊളുത്ത് അവനെ തിരിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അന്നേരം മനസ്സിലായി, യോഹന്നാനെ അല്ല യേശു നോക്കിക്കൊണ്ടിരിക്കുന്നത്, വേറെ ആരെയുമല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്, കുലഞ്ഞുപോയ എന്നെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നോട്ടത്തിൻ്റെ അർത്ഥം ഞാൻ നിന്നോട് പറഞ്ഞത് സംഭവിച്ചില്ലേടാ എന്നല്ല, സാരയില്ല, ഇനിയെങ്കിലും മടങ്ങി വാ, ഞാൻ നിന്നോട് പറഞ്ഞൊരു ദൂത് കിടപ്പുണ്ട്. ആമേൻ. ശിമോനെ, സാത്താൻ നിങ്ങളെ പതിരുപോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിക്കുന്നു. ഞാൻ കൽപ്പന കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ല, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി. അപ്പൊ യേശുവിന്റെ മനസ്സെന്തുവായിരുന്നു? അവൻ എന്നെ തള്ളി പറഞ്ഞു പോകും,
പക്ഷേ അവൻ്റെ വിശ്വാസം പോകാതിരിക്കണേ എന്ന് നടത്തിയൊരു പ്രാർത്ഥനയിൽ അവൻ തിരിയും, അവൻ മടങ്ങി വരും, അവൻ യഥാസ്ഥാനപ്പെടും, അവൻ ദൂത് പ്രാപിക്കും, അവൻ ശരിക്കും പത്രോസ് എന്ന തലത്തിൽ വരും. അന്ന് ഇവൻ എഴുതിയില്ല, അന്ന് അവൻ അറിഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്ന് നമ്മൾ പത്രോസിന്റെ 2 ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവൻ പത്രോസ് പൗലോസിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ സഹോദരനായ പൗലോസും ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഗ്രഹിക്കാൻ നമുക്ക് പ്രയാസമുള്ള കാര്യമാണെങ്കിലും അത് ഗൗരവമുള്ളത് തന്നെ എന്ന് പത്രോസ് പറയുമ്പോൾ, ഹേ പത്രോസെ, നിങ്ങൾ 2 ലേഖനം എഴുതിയില്ലേ? ആമേൻ. കാച്ചി കുറുക്കിയ 2 ദൂതുകൾ നിങ്ങൾ വിശ്വസിച്ചിരുന്നോ? പത്രോസ് എഴുതിയ 1, പത്രോസ് എഴുതിയ 2 എന്ന 2 ലേഖനങ്ങൾ നിങ്ങൾ എഴുതുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നോ? പത്രോസ് പറയും, ഒരിക്കലും ഇല്ല, എല്ലാം മുലഞ്ഞ് തകർന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇല്ല ദൈവമേ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരോട് ഇന്ന് പകല വചനം വെച്ച് ഞാൻ വിളിച്ചു പറയാം, എല്ലാം അവസാനിച്ചു എന്ന് നീ ചിന്തിച്ചാലും നടക്കുകയില്ല. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരും, കർത്താവിന്റെ കൃപ വ്യാപരിക്കും, ദൈവത്തിന്റെ അഭിഷേകം ചലിക്കും. പ്രവചിച്ചില്ലല്ലോ, ഒറ്റ നോട്ടത്തിൽ കുലുക്കിയില്ലേ അവനെ? നീ ആദ്യം എന്താ പറഞ്ഞത്? ഒരു വാക്ക് അല്ലേ? ഇപ്പൊ നീ എന്താ പറയുന്നേ? അടുത്തിരിക്കുന്ന ആളുടെ സൗകര്യമുണ്ട്, ഇഷ്ടമുണ്ടേ പറ, യേശു ഒന്ന് നോക്കിയാൽ തീരുന്ന കാര്യമുള്ളെന്ന്. ഉലഞ്ഞുപോയ മനുഷ്യനെ അവന്റെ ദൂതിലേക്ക് തിരികെ കൊണ്ടുവരാൻ എൻ്റെ യേശുവിന് ഒരു നോട്ടം മതിയായിരുന്നു. അവന്റെ ആർദ്രത ഒഴുകുന്ന കണ്ണുകളുമായുള്ള ഒറ്റ നോട്ടത്തിൽ പത്രോസിന്റെ അകത്തൊരു ലോക്ക് കടന്ന് തിരിഞ്ഞുപോയി. ശിവനാമത്തിൽ എബ്രായലേഖനം 8 പറഞ്ഞിരിക്കുന്ന പോലെ, മഹിമാസനത്തിന്റെ വലതു ഭാഗത്ത് മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനായ ഒരു മഹാപുരോഹിതൻ ഇപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ പേര് ആമേൻ ആ പിതാവാം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആത്മാവിൽ കാണുന്നുണ്ടോ? വിശുദ്ധന്മാരെ, പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമ്മുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ആര്? നമ്മുടെ മഹാപുരോഹിതൻ, നമ്മുടെ സഹോദരൻ, ആമേൻ, നമ്മുടെ മൂത്ത ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ വിശ്വാസം പോകരുത്, അവളുടെ വിശ്വാസം പോകരുത്. ആ ദൂതിലേക്ക് അവർ തിരിച്ചു വരണം, ആ പ്രവചനം അവളുടെ മേൽ നിവർത്തിയാകണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദുഃഖം വന്നിട്ടുണ്ടോ? എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ലെന്ന്. എന്തിനു ദുഃഖിക്കണം? നിങ്ങൾക്ക് വേണ്ടി ഒരു യേശു പ്രാർത്ഥിക്കുന്നില്ല. ഇല്ലേ? ജയിച്ചവൻ, ജയാളിയായവൻ, തികഞ്ഞവൻ, ആ വെളിപ്പാടൊക്കെ നമ്മുടെ മേൽ വരുമ്പോഴാണ് എബ്രായലേഖനം 4:15 പറയുന്നത്, നിങ്ങൾ ധൈര്യത്തോടെ വാ. നിങ്ങൾ ഞാൻ നിന്റെ പേര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന, വാ, ധൈര്യത്തോടെ വാ. വിശുദ്ധന്മാർ വെറുതെ പരാതി പറഞ്ഞു, ഞങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ആരുമില്ല പാസ്റ്ററെ, ഞങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങി പ്രാർത്ഥിക്കാൻ ആളില്ല പാസ്റ്ററെ, ഞങ്ങളുടെ വിഷയങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആളില്ല പാസ്റ്ററെ. എന്തിനാണ്? ദേ നോക്കിക്കേ, എബ്രായർ 8 നോക്ക്. ആ തേജസ്സുള്ള മഹിമയുടെ വലതുഭാഗത്തൊരാൾ ഇരിക്കുന്നുണ്ടോ? മഹാപുരോഹിതനായി. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിവർത്തിയാകാത്ത ദൈവിക പദ്ധതികളുടെ മുഴുവൻ ചുരുളുകളും എൻ്റെ തലയ്ക്ക് മുകളിൽ കിടക്കുമ്പോൾ അതെല്ലാം അവളുടെ മേൽ നിവർത്തിയാകണമെന്ന് പറഞ്ഞ് ജാഗരിക്കുന്ന ഒരു മഹാപുരോഹിതൻ ഇന്ന് പകൽ സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ആരുമില്ല, ആരുമില്ല, ആരുമില്ല എന്ന് തോന്നിപ്പിക്കുമാറ് പിശാചും അവൻ്റെ ദൂതന്മാരും ഇട്ടിരിക്കുന്ന ചിന്തകളുടെ ശക്തി മുഴുവനും ആ വചനത്തിന്റെ തീക്കകത്ത് ഇപ്പോൾ ഉരുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഏകാന്തതയുടെ സകല ചിന്താഗതികളും ആ വചനത്തിന്റെ തീയാൽ ഇന്ന് പകൽ ഉരുകപ്പെടട്ടെ. അപ്പോൾ പത്രോസ് തിരിഞ്ഞു നോക്കി, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഒരു മനുഷ്യൻ, അപ്പോൾ പത്രോസ് പ്രാർത്ഥിച്ചെന്നൊന്നും ഞാൻ വായിച്ചില്ല.
ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടത്. അവൻ എല്ലാ തകർന്ന സാഹചര്യങ്ങളല്ലേ ആ മനുഷ്യന്റെ മുമ്പിൽ. അതിലോട്ടൊന്നും പോയില്ലല്ലോ നോട്ടം. നമ്മൾ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കണ്ണുകൾ എവിടെ ഉടക്കി കിടക്കുന്നത്? നമ്മുടെ ചിന്തകൾ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? നമ്മുടെ വിചാരങ്ങൾ എവിടെയാണ് ഇപ്പോൾ തറച്ചു നിൽക്കുന്നത്? അവൻ പുറത്തിറങ്ങി മനം നൊന്ത്. പക്ഷെ ഞാൻ ആ മനുഷ്യന്റെ നിസ്സഹായത കണ്ട് സിസ്റ്ററെ. രക്ഷപ്പെടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നെങ്കിലും നിസ്സഹായത കണ്ടു ഞാൻ. ആ പുനരുത്ഥാന എന്ന് പറഞ്ഞ പ്രക്രിയയിൽ ഭയങ്കരമായി വിശ്വസിച്ച് ആ കല്ലറയുടെ വാതിക്കൽ പോയി ഒന്നിങ്ങനെ ഇരിക്കാൻ കഴിയാതെ വന്നൊരു മനുഷ്യൻ പേടിച്ചു പോയി. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഇത് കയറി വരുന്ന കണ്ടിട്ടില്ലേ? ഭയം, ഒരു സുരക്ഷിതത്വ ബോധമില്ലായ്മ, ഒരു വിശ്വാസത്തിന്റെ സ്ഥിരതയില്ലായ്മ, ഒരാത്മയുദ്ധത്തിന്റെ വേഗതയില്ലായ്മ, ഒരു ഉത്സാഹത്തിൽ മടുപ്പ് വരുന്ന അനുഭവം. ഇതെല്ലാം ഭയത്തിന്റെ പര്യായങ്ങളാണ് കേട്ടോ. അവിടെ ഒരു വാക്യം കിടക്കും, നിങ്ങൾ കണ്ടോ? മറിയ വന്ന് പറഞ്ഞപ്പോൾ ഇവർ ഓടി, പത്രോസും യോഹന്നാനും ഒക്കെ ഓടി ചെന്നിട്ട് അവർ കല്ലറയിൽ റൂമാൽ ചുരുട്ടി വച്ചിരിക്കുന്നത്, കല്ലറ തുറന്നിരിക്കുന്നതും റൂമാൽ ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. അവർ മടങ്ങി. അതേ സ്ഥലത്ത് ഒരു സ്ത്രീ ചെന്നപ്പോൾ ചുരുട്ടി വച്ചിരിക്കുന്ന റൂമാലും തുറന്ന കല്ലറയും മാത്രമല്ല കണ്ടത്, ദൂതൻ. ഒരാൾക്ക് കാണാൻ കഴിയാഞ്ഞത് അതെന്താ അങ്ങനെ സംഭവിച്ചേ? ഈ മറിയം അവിടെ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? തോട്ടക്കാരാ, അവനെ എവിടെ വെച്ചിരിക്കുന്നെന്ന് പറ, ഞാൻ എടുത്തോണ്ട് പോകാം. ഒരു ഭയത്തിന്റെ സ്വാധീനമില്ലാത്ത ഒരു തലത്തിലോട്ട് കയറി നിൽക്കുമ്പോ അവള് കാണുന്നു ദൂതന്മാർ. നീ ചുരുട്ടി വെച്ച തുണി കണ്ടു മടങ്ങി. എന്നാൽ അതേ സ്ഥലത്ത് സംസാരിക്കുന്ന ദൂതനെ അവൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് കഴിയും. അസാധാരണമായ ഇടപെടലുകൾ പ്രാപിക്കാൻ നമുക്ക് കഴിയും. എല്ലാം അയാൾ ഉപസംഹരിച്ച് എങ്ങനെന്നറിയാമോ? ഞാൻ മീൻ പിടിക്കാൻ പോകും. ഇത്രയും സംഭവങ്ങൾ നടന്ന ഒരു മനുഷ്യൻ 3.5 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഉപസംഹാരത്തിലേക്ക് വരുക. ഞാൻ നിന്റെ ഗനസറത്ത്, നിന്റെ മറുരൂപമല, നിന്റെ വെളിപ്പാട്, നിനക്ക് കിട്ടിയ ഇടപെടലുകൾ, ഒറ്റ
എല്ലാം കഴിഞ്ഞ് പുലർച്ചയിൽ വരുമ്പോൾ ചെറുചിരിയോടെ ഒരാൾ. യോഹന്നാൻ 21 തുറന്നാൽ പരാതി പറച്ചിലിന്റെ ഒരംശയില്ല അവിടെ. ചോദ്യം ചെയ്യലിന്റെ ഒരു നിഴലില്ല അവിടെ. ഉണ്ടോ? ആ ഗുരുവിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നല്ലോ, പിടിച്ചു നിർത്തി ചോദ്യം ചോദിച്ച് പൊരിച്ചേനെ നമ്മൾ. മൂന്നര വർഷത്തെ എണ്ണി 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 കടം തീർക്കാൻ 10,000 ചോദ്യങ്ങൾ. പക്ഷേ നമ്മൾ പലപ്പോഴും ക്ഷീണിക്കുന്നത് നമ്മളെ പോലെ തന്നെ ദൈവം പെരുമാറുമെന്ന് നമ്മൾ ചിന്തിക്കല്ലേ. ഞാനായിരുന്നേ ചോദിച്ചേനെ. അതെ, അതുകൊണ്ടാ നീ ദൈവം ആഞ്ഞ. എന്നെ പിടിച്ച് ദൈവമാക്കി നീ അങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അറിയുന്നതുകൊണ്ടാണ് നിന്നെ മനുഷ്യനാക്കി. പിന്നെ നമ്മൾ പറയാം ഞാനാണെങ്കിൽ അങ്ങനെ ചോദിച്ചത്. അതെ, അതുകൊണ്ടാവുന്നല്ലോ ചോദിക്കാൻ. ഒരു ചോദ്യമില്ല. പിന്നെ കുഞ്ഞുങ്ങളെ ഒറ്റ വിളിയിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇപ്പോഴും നമ്മളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാൻ ഒരു ശബ്ദം ഇവിടെ വന്നെങ്കിൽ അത് വേറെ ആരുമല്ല, അത് കർത്താവാ. രംഗത്തെങ്ങ് ഇല്ലാതിരുന്നൊരു മനുഷ്യൻ. യോഹന്നാനെ, നിങ്ങൾ പലപ്പോഴും നിശബ്ദനായിരുന്നു, പക്ഷേ നിങ്ങൾ ഭയങ്കരമായ ഇന്റിമസിയെ ചുമന്ന ഒരാളാണ്. നിങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോഴും തിരയുടെ ഒച്ചയുടെ നടുവിലും ആ ശബ്ദത്തിന്റെ താളം ഇപ്പോഴും അറിയുന്ന ഒരു സ്പന്ദനമുള്ള മനുഷ്യൻ. അത് കർത്താവാണ്. അത് കർത്താവാണ് എന്ന് കേട്ടപ്പോൾ താൻ നഗ്നനാണെന്നറിഞ്ഞ് അങ്കിയെടുത്ത് അരയിൽ ചുറ്റി പത്രോസ് വേഗത്തിൽ കടലിൽ ചാടി. അവസരം കിട്ടിയപ്പോൾ ലേവി ഗോത്രം തിരിഞ്ഞതുപോലെ ഒരൊറ്റ തിരിവ്. അങ്കിയെടുത്ത് അരയിൽ ചുറ്റി വേഗം അവൻ കരയിലെത്തിയപ്പോൾ ആമേൻ, കനലിൽ ചുട്ട പ്രാതൽ ഇങ്ങനെ ഇരിക്കുന്നു. അതെടുത്ത് കൊടുത്തു. എന്നിട്ടൊരമ്മ നോക്കിയിരിക്കുന്നത് പോലെ പത്രോസിന്റെ മുഖത്ത് നോക്കി യേശു കർത്താവ് ഇങ്ങനെ ഇരിക്കുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് മനസ്സിൽ പ്ലാൻ ചെയ്തു, കഴിച്ചു തീർന്നിട്ട് വേണം ഒരു ചോദ്യം ചോദിക്കാൻ. ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ലഭ്യമായ ആഹാരം എല്ലാം ഒന്ന് കഴിച്ചു തീർത്തിട്ട് വേണം തിരിച്ചു ചോദിക്കണം, യേശുവേ അങ്ങ് ഇപ്പോഴും എന്നെ. കർത്താവ് പറഞ്ഞു, ഇവിടെ ഞാൻ നിന്നെ തോൽപ്പിക്കും. നീ ആ ചോദ്യം എന്നോട് ചോദിക്കാൻ തുനിയുന്നതിന് മുൻപേ ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നോ? മൂന്നാമതും മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ എന്നെ ഇപ്പോൾ 3 പ്രാവശ്യം പഴയ പേരിട്ട് അങ്ങ് ആവർത്തിച്ചു വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങ് ആഗ്രഹിച്ച ഒരു വ്യത്യാസവും ഞാനെന്ന് പറഞ്ഞ മനുഷ്യനിൽ ഈ നിമിഷം വരെ നടന്നിട്ടില്ല. ബാക്കി ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് എനിക്ക്. അത്ഭുതം നടന്ന സാക്ഷ്യമുണ്ട്, സാമ്പത്തിക വർധനവിൻ്റെ സാക്ഷ്യമുണ്ട്, ടാക്സ് അടച്ച സാക്ഷ്യമുണ്ട്, രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമുണ്ട്, പടക് നിറഞ്ഞ സാക്ഷ്യമുണ്ട്, പെരുത്ത മീൻകൂട്ടം കിട്ടിയ സാക്ഷ്യമുണ്ട്. പക്ഷേ അങ്ങയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്ന മനുഷ്യനിൽ നടക്കുന്ന ഒരു ഭയങ്കര വ്യത്യാസം. എന്ത് ചെയ്തെന്നറിയാം? പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിനരാത്രങ്ങൾ അവരുടെ നടുവിൽ വന്ന് ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു.
പ്രവൃത്തിയുടെ പുസ്തകം ഞാൻ തുറന്നു നോക്കി. എന്താണ് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ? അവിടെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് അവിടെ രേഖപ്പെടുത്താഞ്ഞത്? അവിടെ രേഖപ്പെടുത്താഞ്ഞത് ഇതിനു മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ ഇതെല്ലാം രേഖപ്പെടുത്തി. പക്ഷേ അന്ന് ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അതിനെ അങ്ങോട്ട് സ്വീകരിക്കാനുള്ള ഹൃദയ തുറവി ഇവർക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോ മര്യാദയ്ക്ക് കേട്ടു. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പിൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ആ വാക്ക് ഈ മനുഷ്യന്റെ ഹൃദയത്തെ കുരുത്തു വലിച്ച്, എന്താണെന്നറിയാവോ? സാക്ഷി. ഈ 3.5 വർഷം ഞാൻ സാക്ഷിയായിട്ടില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞു കാണും, പക്ഷെ ഞാൻ സാക്ഷിയായിട്ടില്ല. കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങളുടെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ കർത്താവിന് സാക്ഷിയായില്ല. ഇപ്പൊ കർത്താവ് പറഞ്ഞെന്താ? നിങ്ങൾ എന്റെ സാക്ഷികളാകും. പിന്നെ നമ്മൾ കാണുന്നത് ഒരു കരുത്തനായ പ്രാർത്ഥനാ മനുഷ്യനെ. പത്ത് ദിവസമല്ല, 40 ദിവസമല്ല, 50 ദിവസമല്ല, 60 ദിവസം ആണേലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാക്കാരൻ. അവന്റെ ഹൃദയത്തിനകത്തുണ്ട് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ വാഗ്ദത്തം എൻ്റെ മേൽ ലഭിക്കാതെ ഞാൻ ഇവിടെ എഴുന്നേൽക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വാക്യം കിടക്കുന്നുണ്ട്, അപ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റു. ആരാ എഴുന്നേറ്റെ? ഇപ്പൊ ആരാ എഴുന്നേറ്റെ? ഇപ്പൊ ആരാ എഴുന്നേറ്റെ? ഇതുവരെ ആരായിരുന്നു? അപ്പൊ ദൈവരാജ്യ സംബന്ധമായ വെളിപ്പാടുകളും ജീവിതത്തിന്റെ കുറെ അനുഭവങ്ങളും അതിനകത്ത് ദൈവസ്നേഹം ഇറ്റുവീണ അനുഭവങ്ങളും അതിന്റെ കൂടിക്കാഴ്ചകളും എല്ലാം സമ്മേളിച്ച് അതിനകത്തു നിന്ന് ദേ ഒരു മനുഷ്യൻ പുറത്തു വരുന്നു. അപ്പോൾ പത്രോസ് എഴുന്നേറ്റു. ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കും, പ്രാർത്ഥിക്കുന്നവൻ ആമേൻ എഴുന്നേറ്റു വരും. ദൈവരാജ്യ സംബന്ധമായ വെളിപ്പാട് പ്രാപിക്കുന്നവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും എഴുന്നേറ്റു വരും. ജീവിതാനുഭവങ്ങളുടെ നടുവിൽ യേശുവിനെ തിരിഞ്ഞു നോക്കാൻ മനസ്സു വയ്ക്കുന്നവൻ എഴുന്നേറ്റു വരും. എന്തിനാ എഴുന്നേറ്റെ? എങ്ങനെ എഴുന്നേറ്റെ? എന്തു പറഞ്ഞോണ്ടാ എഴുന്നേറ്റെ? അവൻ എഴുന്നേറ്റത്, സഹോദരന്മാരെ, പരിശുദ്ധാത്മാവ് കാലങ്ങൾക്ക് മുൻപ് ദാവീദ് മുഖാന്തരം അരുളി ചെയ്ത ചില ദൂതുകൾ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ട്. അവന്റെ വാസസ്ഥലം ശൂന്യമാകട്ടെ, അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം വേറൊരുവൻ ഏറ്റെടുക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നിവർത്തിയാകാത്ത ചില ദൂതുകൾ, അതിനെയാണ് ഈ പ്രാർത്ഥനാക്കാരൻ തൊടുന്നത്. എറണാകുളം പട്ടണത്തിലും ഈ ചർച്ചിന്റെ മേലും ദൈവമക്കളുടെ തലയ്ക്ക് മുകളിലും കാലപ്പഴക്കം ചെന്ന നിവർത്തിയാകാതെ കിടക്കുന്ന ദൂതുകളെ ഇന്ന് പകൽ ആത്മാവിൽ സ്പർശിക്കുന്നവനാണ് പ്രാർത്ഥനാക്കാരൻ. അതൊരു സാധാരണ പ്രാർത്ഥനയല്ല, അതൊരു അസാധാരണ